എൻ്റെ അമ്മയാണ് എൻ്റെ ഏറ്റവും വലിയ പ്രചോദനം എന്ന് പറയുന്നത്. അമ്മ പഠിപ്പിച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ മുറിച്ചിട്ടാലും അവിടെ നിന്ന് എഴുന്നേറ്റ് വരണം എന്നുള്ളതാണ്. കൊടുത്താൽ മാത്രം പോരാ, പെർഫെക്ഷനിലേക്ക് കൊണ്ടുവരണം. എനിക്ക് അവരിട്ട് അവർക്ക് വേണ്ടുന്ന രീതിയിലുള്ള പെർഫെക്ഷൻ കിട്ടണം. സ്റ്റിച്ചിങ് പെർഫെക്ഷനും ഫിറ്റിങ്ങിലുള്ള പെർഫെക്ഷനും എനിക്ക് കമ്പൽസറി ആണ്. നമുക്ക് ജീവിതം ഒന്നേ ഉള്ളൂ. അതിൽ നമുക്കിഷ്ടമുള്ള പോലെ ജീവിക്കാൻ എല്ലാവർക്കും ഒരേപോലെ അവകാശമുള്ളതാണ്. വീട്ടിലേക്ക് പോയി ഞാനിത് കൊണ്ട് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരി എന്നെ കെട്ടിപ്പിടിച്ചൊരു കരച്ചിലായിരുന്നു. അതെനിക്ക് ഭയങ്കര എനിക്ക് ഏറ്റവും വലിയ അപ്രീസിയേഷൻ ആയിരുന്നു അത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ അവരെ അനുഗ്രഹിച്ച് തന്നെ വിട്ട ആളാണ്. പക്ഷെ പിന്നീടാണ് ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ കസ്റ്റമർ കോണ്ടാക്ട്സ് കംപ്ലീറ്റ്ലി എടുത്തുകൊണ്ടാണ് അത് പോയത്. അതെനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഷോക്കായൊരു കാര്യമായിരുന്നു. വസ്ത്രവിപണി നമ്മളെ വിസ്മയിപ്പിക്കുന്ന ഒരു മേഖല തന്നെയാണ്. ഇന്ന് ബൊട്ടീക്കുകളുടെ കാലമാണ്. ഓൺലൈൻ ബൊട്ടീക്കുകളടക്കം നിരവധി സ്റ്റോറുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. നിരവധി വനിതാ സംരംഭകർ ഈ മേഖലയിലേക്ക് വരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് വലിയ കാര്യമായിട്ട് തന്നെ കാണാം. ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. ഹായ്, ഞാൻ ഷമീം റഫീഖ്, കോർപ്പറേറ്റ് ട്രെയിനർ, ബിസിനസ് കോച്ച്. സ്പാർക്കുള്ള ഒരു പുതിയ എഡിഷനിലേക്ക് സ്വാഗതം. ഒരു വനിതാ സംരംഭക, നമ്മളെന്നൊക്കെ ഈ ബൊട്ടീക്ക് എന്നൊക്കെ കേൾക്കുന്നതിന് മുമ്പ് തന്നെ ഈ മേഖലയിലേക്ക് വന്ന് തിരിച്ചടികൾ നിരവധി ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ വൻ തിരിച്ചുവരവുകളും. ഈ സ്പാർക്കുള്ളൊരു കഥയായിരിക്കും എനിക്ക് ഉറപ്പാണ്. എന്നോടൊപ്പം ഈ കഥ പറയാനിരിക്കുന്നത് സ്വപ്നയാണ്. സ്വപ്ന മന്ദ്ര. സ്വപ്ന, സ്വാഗതം സ്പാർക്കിലേക്ക്. ഞാൻ സ്വപ്നയെ പരിചയപ്പെടുന്നത് എൻ്റെ വൈഫിൻ്റെ ഒരു നല്ല ഫ്രണ്ടായിട്ടാണ്. പലതവണ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് സ്വപ്നയെ കാണാൻ പോകുന്നു എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. സ്വപ്നയുടെ നാട് എവിടെയാണ്? എൻ്റെ നാട് ശരിക്കും ഫോർട്ട് കൊച്ചിയാണ്. പഠിച്ചതൊക്കെ? പഠിച്ചത് സ്കൂളിംഗ് വന്നിരിക്കുന്നത് തൃക്കാക്കര സെൻറ്റ് ജോസഫാണ്. പ്രീ ഡിഗ്രി എടുത്തിരിക്കുന്നത് സെൻറ്റ് പോൾസ്, ഡിഗ്രി ക്വീൻ മദേഴ്സ് ആൽവ. താങ്കളുടെ മാതാപിതാക്കൾ ആരെങ്കിലും ബിസിനസ്സോ ജോലിയോ എന്തെങ്കിലും എന്തായിരുന്നു? രണ്ടുപേരും ജോലിക്കാരായിരുന്നു. അച്ഛൻ ഇൻഡാൽ എന്ന് പറഞ്ഞ കമ്പനിയിൽ ആയിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അമ്മ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു. ഓക്കെ. അപ്പോൾ ഇവർ രണ്ടുപേരും നന്നായിട്ട് ഫുൾ ടൈം ജോലിയായിരുന്നു. അതെ. അപ്പോൾ സ്വപ്നയുടെ ആഗ്രഹം ഒരു ജോലിയായിരുന്നോ? ഒരിക്കലും അല്ല. അത് അമ്മയെ നമുക്ക് കുട്ടികളായിട്ടിരിക്കുമ്പോൾ നമുക്ക് പാരൻസിനെ കിട്ടണം എന്നുള്ളതുണ്ടല്ലോ. എനിക്ക് അമ്മ ഒരിക്കലും അവൈലബിൾ ഉണ്ടായിരുന്നില്ല. ട്രാൻസ്ഫറും അത് തന്നെ. അങ്ങനത്തെ ഒരു ജോലി ആയതുകൊണ്ടിട്ട് തന്നെ അമ്മ പിന്നെ ഈ എന്താ പറയുക, സിൻസിയറിറ്റി കൂടുതലുള്ള ഒരാളാണ്. സർക്കാർ ജോലിയിൽ എന്താ പറയണേ, മറ്റേ എന്താ പറയണേ, മരിച്ചു പണിയെടുക്കുന്ന ആളുകളിൽ പെട്ടിരിക്കുന്ന ഒരു ലേഡിയാണ് അമ്മ. അതിന് സമയമൊന്നുമില്ല. 5 മണിക്ക് പൂട്ടി വെച്ചിട്ട് ഇറങ്ങി വരുന്ന ഒരാളെ അല്ല എൻ്റെ അമ്മ. അപ്പൊ അതുകൊണ്ട് സ്വപ്നം തീരുമാനിച്ചു ഞാൻ ജോലി എടുക്കുന്ന പ്രശ്നമില്ല. അത് ശരി. അപ്പോൾ പഠനം കഴിഞ്ഞ് കല്യാണമായിരുന്നു? പഠിത്തം കഴിഞ്ഞതിന് ശേഷം ആണ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഞാൻ കമ്പ്യൂട്ടർ ഡിപ്ലോമ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് കല്യാണം ഉറപ്പിച്ചത്. എത്ര വയസ്സിലാണ്? 21ാമത്തെ വയസ്സിൽ. 21ാമത്തെ വയസ്സിൽ കല്യാണം കഴിഞ്ഞു. അതെ. ഓക്കെ. അപ്പോൾ ഹസ്ബൻഡ് എന്താ ചെയ്യുന്നത്? ഹസ്ബൻഡ് കൊച്ചിൻ റിഫൈനറിയിൽ വർക്ക് ചെയ്യുമായിരുന്നു. ഓക്കെ. അപ്പോൾ അദ്ദേഹത്തിനും ജോലിയൊന്നും ഇല്ലാത്തൊരു പത്നിയാണ് ആവശ്യം. അതെ. വീട്ടിൽ അത് അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ പുള്ളിക്ക് നല്ലൊരു ജോലി ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ പുള്ളി അത് ആഗ്രഹിച്ചിട്ടില്ല. കമ്പ്യൂട്ടർ കോഴ്സും പഠിച്ചിട്ടുണ്ട്. അന്നത്തെ കാലത്ത് കമ്പ്യൂട്ടർ പഠിക്കുക എന്ന് പറഞ്ഞൊരു ഫാഷനായിരുന്നു. അതെ, അതൊരു ഫാഷനായിരുന്നു. പക്ഷെ അത് ജോലിയോട് ബന്ധമൊന്നുമില്ല. ഇല്ല. പക്ഷെ താങ്കളുടെ ഉള്ളിൽ വേറൊരു പാഷൻ ഉണ്ടായിരുന്നു. അതിന് താങ്കൾ പിതാവിനോട് പലതവണ ശ്രമിച്ചു നോക്കിയിട്ട് നടന്നിട്ടുമില്ല. എന്തായിരുന്നു അത്? എനിക്ക് ഇതിനോട് എന്താ പറയണേ, നമ്മൾ SLC കഴിഞ്ഞ സമയത്താണ് എന്നെ തയ്യൽ പഠിപ്പിക്കാനായിട്ട് ഒരു 3 മാസത്തെ ഒരു ഗ്യാപ്പിന് വിടുന്നത്. അവിടെ നിന്ന് ആണ് എനിക്ക് അതിനോടൊരു താല്പര്യം തോന്നുകയും 2-3 തവണ ഞാൻ അവതരിപ്പിച്ചു. അച്ഛൻ്റെ അടുത്ത് അവതരിപ്പിച്ചു. എനിക്കിങ്ങനെ പഠിക്കണം എന്ന് പറഞ്ഞു. ആധികാരികമായിട്ട് പഠിക്കണം എന്നുള്ളത് പറഞ്ഞു. സമ്മതിച്ചില്ല. പിന്നീട് അത് പ്രീ ഡിഗ്രി കഴിഞ്ഞ സമയത്തും ചോദിച്ചു, ഡിഗ്രി കഴിഞ്ഞ സമയത്തും ചോദിച്ചു. അപ്പോൾ എൻ്റെ മകൾ തയ്യൽക്കാരിയായിട്ട് അറിയപ്പെടാനായിട്ട് താല്പര്യമില്ല അച്ഛന്. അന്നെന്ന് പറയുന്ന ഒരു 89-90 ആ കാലഘട്ടമാണ്. അവിടെ ആ സമയത്തൊന്നും ഒരു ഡിസൈനർ എന്ന് പറഞ്ഞ വാക്ക് പോലും നമ്മളാരും കേൾക്കുന്നില്ല. അതുകൊണ്ടിട്ട് അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് ഇല്ല. അവിടെ ഒരു തയ്യൽക്കാരി എന്ന് പറയുന്ന ഒരു കാര്യം മാത്രമേ അവിടെ ഉള്ളൂ. താങ്കളത് വീട്ടിലിരുന്ന് പഠിച്ചിട്ടുണ്ട്? പഠിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത് എല്ലാം. കല്യാണം വരെ ഞാനായിരുന്നു ചെയ്തിരുന്നത്. അപ്പം അതുകൊണ്ടിട്ട് അതിനോടുള്ള ഇഷ്ടം കൂടുതലായിരുന്നു എനിക്ക്. പക്ഷേ താങ്കൾ അതിനേക്കാളുപരി വീട്ടുപണി ചെയ്തതാണ്
അതെ മിടിക്കുകയായത്. കാരണം അമ്മയില്ലല്ലോ വീട്ടിൽ അല്ലേ? അതെ എത്രാം ക്ലാസ് അമ്മയില്ല. തൊട്ടാണ് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി തുടങ്ങിയത്? ഏകദേശം ഒരു 6ാം ക്ലാസ് മുതൽ വീട്ടിൽ അമ്മേനെ എൻ്റെ ഡിന്നർ എൻ്റെ കയ്യിലായിരുന്നു. ഡിന്നർ ഡ്യൂട്ടി എനിക്കായിരുന്നു കിട്ടിയിരുന്നത്. ചെറു പ്രായത്തിൽ തന്നെ. ചെറിയ പ്രായത്തിൽ തന്നെ. ശരി. അപ്പൊ വിവാഹം കഴിഞ്ഞ് നേരെ എങ്ങോട്ടാണ് പോകുന്നത്? എന്നെ തൃപ്പൂണിത്തുറയിലേക്കാണ് കല്യാണം കൊണ്ടുപോയേക്കാണ്. കഴിച്ചിരിക്കുന്നത്. കല്യാണം കഴിച്ചു. ഹസ്ബൻഡ് റിഫൈനറിയിലാണ്. റിഫൈനറിയിലായിരുന്നു ഇരുന്നത്. താങ്കൾ സ്വസ്ഥം. സ്വസ്ഥം. പക്ഷെ അപ്പോഴും ഈ ഉള്ളിൽ മറ്റേ മോഹം ഇല്ലേ? ഇതിങ്ങനെ അതുണ്ടല്ലോ. അപ്പൊ അത് അതുണ്ട്. പറഞ്ഞു നോക്കിയോ? അതിനെന്താ പറഞ്ഞു കണ്ടുപിടിച്ചത്? നോക്കി, പറഞ്ഞു നോക്കി. അതെന്തായിരുന്നു സംഭവം? പുള്ളിയോട് പറഞ്ഞു എനിക്കിങ്ങനെ പഠിക്കണം എന്ന് പറഞ്ഞു. ആ. അപ്പോൾ പുള്ളി ആദ്യം അതിനൊരു നോ എന്നുള്ളൊരു അഭിപ്രായമാണ് പറഞ്ഞത്. ആ. തുടക്കത്തിൽ അങ്ങനെയായിരുന്നു എനിക്കൊരു അഭിപ്രായം പറഞ്ഞത്. പക്ഷെ അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇതുണ്ടായി. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും വിചാരിച്ചിട്ടല്ലായിരുന്നു പുള്ളി അങ്ങനൊരു നോ പറഞ്ഞത്. അതെനിക്ക് പിന്നീട് എനിക്ക് ഒരു അധികം കാലം താമസിയാതെ തന്നെ എനിക്കത് ആ. മനസ്സിലായി. പക്ഷെ ആ ഒരു സമയത്ത് ആ ഒരു ഇതിൽ നമുക്കുണ്ടാവുന്ന ഒരു മുറിവ് വല്ലാത്തൊരു എന്തായിരുന്നു പുള്ളി മുറിവായിരുന്നു. പറഞ്ഞത്? എൻ്റെ കയ്യിൽ പഠിപ്പിക്കാൻ പൈസ ഇല്ലാന്ന് പറഞ്ഞു. ആ. പക്ഷെ അതൊരു ജെന്യുവൻ ആയിട്ടുള്ള ഉത്തരവുമായിരുന്നത്. ആ. പക്ഷെ നമുക്കത് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു പ്രായവും ബുദ്ധിമുട്ട് പക്വതയൊന്നും ഇല്ല. അതില്ല. 21 വയസ്സിലുള്ളൂ. പിന്നെ എനിക്ക് ജോലിയില്ല. എൻ്റെ അച്ഛനോട് എനിക്ക് ചോദിക്കാൻ പറ്റില്ല. അച്ഛൻ അല്ലെങ്കിലേ എതിരാണ്. അപ്പോൾ എനിക്ക് വീട്ടിൽ ചോദിക്കാൻ എന്ത് പറ്റില്ല. കോഴ്സായിരുന്നു അത്? ഒരു കമ്പ്യൂട്ടർ അത് ഡിപ്ലോമ കോഴ്സ് തന്നെയായിരുന്നു. ആ സമയത്ത് എന്താ പറയുക ഡിസൈനിങ്ങിന്റെ. ഡിസൈനിങ്ങിൻ്റെ കോഴ്സായിരുന്നു. അന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലാണ് ഒരു കോസ്റ്റ്യൂം ഡിസൈനിങ് എന്ന് പറഞ്ഞ് 1 ഇയർ ഡിപ്ലോമ കോഴ്സ് ഉണ്ടായിരുന്നു അന്നത്തെ കാലത്ത്. അപ്പോൾ അവിടെ ഉണ്ട്. അത് പഠിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ കൂടുതൽ ചോദിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ എന്ത് ചെയ്തു? പൈസ തരില്ലെന്ന് പറഞ്ഞപ്പോ? ഞാൻ എൻ്റെ വീട്ടിലുണ്ടായിരുന്ന 2 ജോലിക്കാരി ഉണ്ടായിരുന്നു ആ സമയത്ത്. ഒരു ഒരു ഇരട്ട കുട്ടികളായിരുന്നു വന്നിരുന്നവർ. അവരെ രണ്ടുപേരെ ഞാനങ്ങ് പറഞ്ഞു വിട്ടു. ആ. എന്നിട്ട് ഞാനങ്ങോട്ട് ജോലി കംപ്ലീറ്റ്ലി അങ്ങോട്ട് ഏറ്റെടുത്തു. ഇത് വീട്ടിലെ പണികൾ. വീട്ടിലെ പണികൾ ഏറ്റെടുത്തു. ആ. അങ്ങനെ അവരെ പറഞ്ഞു വിടണം. അതിന് ഹസ്ബൻഡിൽ നിന്ന് പക്ഷേ കൃത്യമായിട്ട് ഞാൻ സാലറി മേടിക്കും. അവർക്ക് കൊടുക്കുന്ന പൈസ അവർക്ക് ഞാൻ കൊടുക്കുന്ന മേടിക്കും. സാലറി. അത് ഞാൻ പക്ഷെ മേടിക്കും. പണിയൊക്കെ അങ്ങോട്ട് ചെയ്തു. നമുക്ക് എടുക്കുന്നത് ഈ പണിയെടുക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല. ഇല്ലല്ലോ. പണിയെടുക്കാൻ ചെറുപ്പം മുതലേ ചെയ്യുന്നതുകൊണ്ട് അതൊരു പുതിയതായിട്ടുള്ള കാര്യമായിരുന്നില്ല. അപ്പൊ സ്വപ്ന കണ്ടെത്തിയ മാർഗം എന്ന് പറയുന്നത് സ്വന്തം വീട്ടിൽ അതെ. എന്താ പറയാ പണിയെടുത്ത് സാലറി വാങ്ങിച്ച ആളാണ്. അതെ. ശരി. എന്നിട്ടത് തുക സ്വരൂപിച്ചോ? തുക മറ്റേ ആർ.ഡി ചേർന്നു. ആ. അന്നത്തെ കാലത്ത് പോസ്റ്റ് ഓഫീസിൽ ആർ.ഡി ചേരുക എന്ന് പറയുന്നതാണ്. അതിൽ ചേർന്നു. പൈസ ഉണ്ടാക്കി. 5 കൊല്ലം കൊണ്ട് പൈസ എനിക്ക് പഠിക്കാനുള്ള പൈസ 5 ഞാൻ കൊല്ലം ഉണ്ടാക്കി. എടുത്തു. 5 കൊല്ലം അന്നത്തെ കട്ടപ്പണിയായിരുന്നു. അതെ. 5 കൊല്ലം ഇല്ല അത് പണിയെടുത്തത്. പിന്നെ വീട്ടിലെ പണി ഒരിക്കലും നമുക്കൊരു ബുദ്ധിമുട്ടുള്ള ഒരു തീർച്ചയായിട്ടും. കാര്യമല്ലല്ലോ. എത്ര നമ്മള് പൈസ ഉണ്ടാക്കിയ കാലം? ഒരു 60,000 രൂപ ഉണ്ടായിരുന്നു തോന്നുന്നു. അപ്പോഴേക്കും മക്കളൊക്കെ ആയോ? മക്കള് 2 പേര് മോനും മോളും ആ സമയത്തുണ്ട്. ആ സമയത്ത് അപ്പൊ ഉണ്ടായി. വീണ്ടും ഈ ആശയം ഒന്ന് പറഞ്ഞു നോക്കിയോ അദ്ദേഹത്തോട്? അതിന് ഇല്ല ഏകദേശം ഒരു മദറിലേക്ക് ആദ്യമേ അറിയായിരുന്നു ഞാൻ ഇങ്ങനെ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം. പുള്ളിക്കാരോട് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു. ഹസ്ബൻഡിനോട് പറയണ ഒരു 1-2 കൊല്ലത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു സംഭവം ഇതിനു വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നതെന്നുള്ള കാര്യം. അപ്പൊ അന്ന് അദ്ദേഹം എന്ത് പറഞ്ഞു? പുള്ളി പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി അങ്ങനെ അധികം എക്സ്പ്രസ് ചെയ്യുന്ന ഒരാളല്ല. എന്നാൽ ഒരിക്കലും നോ എന്ന് പറയുന്ന ഒരാളും അല്ല അത്. ഓക്കെ. അപ്പം അതുകൊണ്ടിട്ട് അങ്ങനെ ഒന്നും പറഞ്ഞില്ല. എസും പറഞ്ഞില്ല, നോയും പറഞ്ഞില്ല. അതിനുശേഷം ഇതിന് കിട്ടി. മോള് LKG സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങണത്. ഓക്കെ. ഇവിടെ സൗത്തിലെ ഒരു NIFD എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ടായിരുന്നു. കോഴ്സിലാണ് അവിടെയാണ് ഞാൻ പോയത്. ഡിപ്ലോമ കോഴ്സിനാണ് ഞാൻ ചേർന്നത്. പക്ഷെ ചേർന്ന് തുടങ്ങി ഒരു പിറ്റേ ദിവസം മുതൽ എൻ്റെ പ്രൊജക്റ്റ് എന്നെക്കൊണ്ട് ചെയ്യിപ്പിക്കാനും ചെയ്യാനും ഇഷ്ടം കൂടുതൽ എൻ്റെ ഹസ്ബൻഡിനായിരുന്നു. ഓക്കെ. എന്ന് വെച്ചാൽ പിന്നെ ഭയങ്കര പുള്ളിയുടെ അപ്പോഴാണ് മനസ്സിലാവണം എൻ്റെ പാഷൻ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നത്. പിന്നെ പിന്നെ തൊട്ട് കൂടെ അതിനുശേഷം നിന്നു. അതിനകത്ത് എൻ്റെ കൂടെ നല്ല കട്ട സപ്പോർട്ടായിട്ട് എൻ്റെ കൂടെ നിന്നു. പക്ഷേ ബിസിനസ്സും കാര്യങ്ങളൊന്നും പുള്ളിക്ക് ഇപ്പോഴും താല്പര്യമില്ല, അന്നും താല്പര്യമില്ല. ഈ ഒരു ഞാൻ ചെയ്യുന്നത് ക്രിയേറ്റീവ് ആവുന്നതാണ് പുള്ളിക്കാരന് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം. പുള്ളിക്കാരൻ അതുപോലെ തന്നെ ഒരു ആർട്ടിസ്റ്റാണത്. മക്കൾ 2 പേരും ആർട്ടിസ്റ്റുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഉള്ളിൽ ആ ഒരു ഇതിനെ എന്നെ സപ്പോർട്ട് ചെയ്തത് അവിടെ നിന്നാണ് തുടങ്ങിയത്. ഓക്കെ. അപ്പൊ പിന്നീട് പിന്നെ പഠനം കഴിഞ്ഞ ശേഷം എന്ത് ചെയ്തു? ആ സമയത്ത് ഇന്റേൺഷിപ്പ് ഉണ്ടായിരുന്നു. ഇന്റേൺഷിപ്പിനായിട്ട് ഞാൻ തിരുപ്പൂർ ഒരു മാസവും പിന്നെ ഒരു 6 മാസക്കാലം ഞാൻ ബാംഗ്ലൂർ ഒരു ഗോകുൽദാസ് ഇമേജസ് എന്ന് പറഞ്ഞിട്ട് പീനിയയിൽ ഒരു കമ്പനി ഉണ്ടായിരുന്നു. അവിടെ എനിക്ക് ഇന്റേൺഷിപ്പിന് എനിക്ക് കയറിയിട്ടുണ്ടായിരുന്നു. അത് ശരിക്കും ഒരു 1 മന്തിനാണ് എനിക്ക് കിട്ടിയത്. പക്ഷേ അവർ പിന്നീട് അത് എക്സ്റ്റെൻഡ് ചെയ്ത് ഒരു 6 മാസത്തോളം പിന്നെ ഞാനായിട്ട് ഇട്ടിട്ട് പോകുന്നതാണ്. കാരണം എനിക്കൊരു ജോലി എനിക്ക് ഓഫർ ചെയ്തിരുന്നു. പക്ഷേ എനിക്ക് അവിടെ നിൽക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം ഞാൻ പോകുന്നതാണ്. പക്ഷെ അവിടെ അപ്പം ഒരു അങ്ങനെ വലിയ പരിശീലന കളറി തന്നെയായിരുന്നു. അതെ തങ്ങളുടെ ചിന്തകളെ ഒരുപാട് തന്നെ മാറ്റിമറിച്ച അതെ സംഭവം. അതെ അവിടെ നിന്നാണ് എൻ്റെ ഇത് മാറുന്നത്. വെച്ചാൽ നമ്മുടെ ഇവിടെ പഠിപ്പിക്കുന്ന ഒരു രീതിയുണ്ട്. നമുക്ക് പഠിപ്പിച്ചു വരുന്ന ഒരു സാധാരണ ഒരു ബ്ലൗസ് ഏത് ഡിസൈനിങ് കോഴ്സ് ഇന്നും അന്നും എപ്പോഴും അങ്ങനെ തന്നെയാണ്.
നമുക്ക് ആവശ്യമുള്ളതല്ല. ഈ ഹിസ്റ്ററി പഠിപ്പിക്കുന്നുണ്ട്, ഇതൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ പഠിക്കണം. പക്ഷേ ഫാബ്രിക് സ്റ്റഡി എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അത് വളരെ അപൂർവമായിട്ട് വളരെ അപൂർവമായ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മാത്രമേ തുണികളെപ്പറ്റി കുറിച്ച് പഠിപ്പിക്കുന്നുള്ളൂ. എന്തായാലും ഞാൻ പഠിച്ചെടുത്ത് അത് ഉണ്ടായിരുന്നു. അത് വലിയൊരു കാര്യമായിരുന്നു എനിക്ക്. അതേപോലെ തന്നെ അവിടെ ചെന്നിട്ട് ഡാർട്ട് മാനിപ്പുലേഷൻ തിയറി അത് ഇപ്പോൾ ഡിഗ്രി പഠിക്കുന്നവരത് പഠിക്കുന്നുണ്ടാവും. പക്ഷേ എനിക്ക് 1 ഇയർ ഡിപ്ലോമ ആയത് കാരണം നമ്മളത് പഠിച്ചിട്ടില്ല. അതിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന സാധ്യതകൾ എന്താണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത് അവിടെ നിന്നിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. ഞാനപ്പോൾ എന്നെ എല്ലാവരും ചോദിക്കുക, ഇൻറ്റേൺഷിപ്പ് ചോദിക്കുക, മെർച്ചൻഡൈസിങ് ആ ലെവലിലേക്കാണ് ചോദിക്കുക, ഡിസൈനറായിട്ടൊക്കെയാണ് ചോദിക്കുന്നത്. പക്ഷെ ഞാൻ തിരഞ്ഞെടുത്തത് അന്ന് എന്തോ എനിക്ക് അന്ന് അങ്ങനെ തോന്നിയത് പാറ്റേൺ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് ഞാൻ ചോദിച്ചത്. അവരുടെ അടുത്തേക്കാണ് എന്നെ അവരുടെ അടുത്തേക്ക് ശരിക്കും പറഞ്ഞാൽ എന്നെ അങ്ങ് അഴിച്ചു വിടുക ചെയ്തത് അവിടെ. അത് ഞാൻ ശരിക്കും ഉപയോഗപ്പെടുത്തി. അവരെന്നെ നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി തരികയും അതുപോലെ അവിടെ നിന്ന് കിട്ടിയ ഒരു ധൈര്യമാണ് തിരിച്ച് തിരിച്ച് വന്ന ഹസ്ബൻഡിനോട് എന്താ പറഞ്ഞത്? ഹസ്ബൻഡിനോട് അതിനേക്കാളും ഉപരി എൻ്റെ എന്താ ഫാമിലി ഫ്രണ്ടാണ് ഞങ്ങളുടെ. അപ്പോൾ ഇങ്ങനെ പുള്ളി ഒരിക്കൽ വീട്ടിൽ വന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞു, നമുക്കിങ്ങനെ ഒരു സംരംഭം തുടങ്ങിയാലോ എന്ന് ചോദിച്ചു ഇങ്ങനെ. പുള്ളിക്കാരന് ഭയങ്കര താല്പര്യമായിരുന്നു. എൻ്റെ ഞങ്ങളുടെ നെയ്ബർ തന്നെയായിരുന്നു. അങ്ങനെ നോക്കാമെന്ന് പറഞ്ഞു. ഹസ്ബൻഡിനും കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ അവന് വീട്ടിലുണ്ടാവുമല്ലോ, ഞാൻ ബാംഗ്ലൂരായിരുന്നു അപ്പോൾ അതുവരെ. അപ്പോൾ അങ്ങനെ ആവാമെന്ന് വിചാരിച്ചു. അങ്ങനെ 2006 നമ്മൾ തുടങ്ങിയത്. ദേവദ ഡിസൈൻസ് എന്നുള്ള പേരിലായിരുന്നു നമ്മൾ തുടങ്ങിയത്. ഞാനും എൻ്റെ പാർട്ട്ണറും കൂടിയാണ് സ്റ്റാർട്ട് ചെയ്തത്. കസ്റ്റമേഴ്സിനൊക്കെ കിട്ടിയോ? ഇല്ല, അത് തുടങ്ങിയത് നമ്മൾ റെഡിമെയ്ഡ് യൂണിറ്റായിട്ട് തുടങ്ങിയതായിരിക്കുന്നത്. അപ്പോൾ റെഡിമെയ്ഡ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. റെഡിമെയ്ഡുകളെല്ലാം തുടക്കത്തിൽ തന്നെ ഞങ്ങൾക്കൊരു വലിയൊരു അടി കിട്ടി. തുടക്കം തന്നെ ഞങ്ങൾ പോയി എടുത്ത് സൂറത്തിൽ പോയിട്ട് മെറ്റീരിയൽസ് എടുത്തുകൊണ്ട് വന്നു. മെറ്റീരിയൽസ് എടുത്തു, ഓർഡർ ചെയ്തിട്ട് നാട്ടിലെത്തി. പിറ്റേ ദിവസം അവിടെ വെള്ളപ്പൊക്കമായി. 2006 സൂറത്തിൽ വലിയൊരു വെള്ളപ്പൊക്കം വന്നിട്ടുണ്ടായിരുന്നു. അതിൽ എന്താ പറയണ, ഇല്ല, ഞങ്ങൾക്ക് അവർ അയച്ചു തന്നു സാധനങ്ങൾ. അതിന് ശേഷമാണ് ഉണ്ടായത്. അതിനകത്ത് ഞങ്ങൾ പറഞ്ഞതൊന്നുമല്ല ഞങ്ങൾക്ക് വന്നത്. അത് അന്നാണ് നമ്മൾ പഠിക്കണത് ഇങ്ങനൊരു ഇത് പുറകിൽ ഇങ്ങനൊരു പരിപാടി ഉണ്ടെന്നുള്ളത്, പ്രശ്നം ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്നുള്ളത്. നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ആ കടകൾ മൊത്തം പോവുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ട് അവരൊന്നും അപ്രോച്ച് ചെയ്യാനൊന്നും നമുക്ക് നടന്നില്ല. അത് ആ തുണി ഒരു ബാധ്യതയായിട്ടിരിക്കുകയായിരുന്നു. പക്ഷെ അതിൽ നിന്ന് നമുക്ക് കുറേ കാര്യങ്ങൾ ഞാൻ തന്നെ ഉണ്ടാക്കി മാർക്കറ്റിലേക്ക് ഞാൻ പല പല ഷോപ്പുകളിലേക്ക് കൊടുത്തിരുന്നു. എല്ലാവരും സ്വീകരിക്കുമായിരുന്നു. പക്ഷേ അതിനകത്തുനിന്ന് പൈസ തിരിച്ചു കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. സാധനം കൊണ്ടുപോയി വെക്കുക, പൈസ അവർ പറയും പോകില്ല. പക്ഷെ വിറ്റിട്ട് പോകുന്നത് നമുക്കറിയാം. പക്ഷെ അവർ തരുന്നില്ല, പൈസ തരുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ചെയ്ത കൂട്ടത്തിൽ ഒരു ടീം എന്ന് പറയുന്നത് കോട്ടയം പാർത്താസിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അവരെ 6 മാസം കഴിഞ്ഞപ്പോഴേക്കും അവർ പിന്നെ പേയ്മെൻറ്റ് പക്കയായിരുന്നു അവരുടെ. അതുകൊണ്ടിട്ട് അവർക്ക് മാത്രമായിട്ട് ഒതുങ്ങിയിട്ട് പിന്നീടാണ് ദേവത ഒരു 9 വർഷത്തോളം ഞാൻ 2015 വരെ ഞാൻ അതിൽ നിന്നു. 2015 സെപ്റ്റംബർ വരെ ഞാൻ നിന്നിരുന്നു, ദേവതയിൽ നിന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഇറങ്ങി. ദേവത നിന്നിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് സ്വന്തമായിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. 2015 ഒക്ടോബറിൽ 1 മാസം ഡിഫറൻസിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അന്ന് ഞാൻ സ്വപ്ന എന്നുള്ള പേരിലാണ് സ്റ്റാർട്ട് ചെയ്തത്. സ്വപ്ന സിഗ്നേച്ചർ ടു ഡ്രീംസ് എന്നായിരുന്നു അതിന് ഇട്ടിരുന്നൊരു പേര്. അതിൻ്റെ സ്വപ്ന എന്ന് ഇടാനുള്ള റീസൺ, ഞാൻ എൻ്റെ ദേവദ ഡിസൈൻസ് എന്നാണ് പേരെങ്കിലും സ്വപ്ന എന്ന പേരിലാണ് അവിടെ ഒരു ഡിസൈനർ ഉണ്ട്, സ്വപ്ന എന്നുള്ള പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ഞാൻ വേറെ എന്ത് പേര് തുടങ്ങിയാലും ആളുകൾക്ക് എൻ്റെ അടുത്തേക്ക് എത്താൻ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയാണ് ഞാൻ സ്വപ്ന എന്നുള്ളത് സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചത്. അങ്ങനെ സ്വപ്ന എൻ്റെ സുഹൃത്തുക്കളാണ് ആ ഒരു പേര് സജസ്റ്റ് ചെയ്തത്. വേറെ ഒന്നും വെക്കേണ്ടതാന്ന് പറഞ്ഞു. അങ്ങനെ സുഹൃത്തുക്കളെന്ന് പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ എനിക്ക് എൻ്റെ പല മൈൽ സ്റ്റോണുകളിലും ഇവരാണ് എന്നെ പലയിടത്തേക്ക് ഗൈഡ് ചെയ്തും എപ്പോഴും കട്ട സപ്പോർട്ടായിട്ടൊരു ഗ്യാങ് ഉണ്ട്. അതിനിടയിൽ ഒരു പിന്നാമ്പുറമുണ്ട്. ഒരു സാരി താങ്കൾക്ക് കിട്ടിയിട്ട് അത് വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ആയിട്ട് എനിക്ക് തോന്നി. അതേന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു കസ്റ്റമറായിട്ട് വന്നതാണ് പുള്ളിക്കാരി. ആദ്യം എൻ്റെ പരീക്ഷണത്തിനാണ് വന്നത്. പുള്ളിക്കാരി പറഞ്ഞു കേട്ടിട്ട് എൻ്റെ അടുത്തേക്ക് വന്നതാണ്. 2006 പുള്ളിക്കാരി വന്നിട്ട് എന്നെ പരീക്ഷിക്കാനാണ് ആദ്യം വരുന്നത്. അവരുടെ എന്നെ കമ്പയർ ചെയ്തിട്ട് അവരുടെ മകളെ പറ്റിയിട്ട് പറഞ്ഞു. ഇന്ന പോലെ എന്നേക്കാൾ ഇത്ര ഹൈറ്റ് ഉണ്ട്, ഇത്ര വണ്ണം ഉണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞു തന്നു. എന്നിട്ട് ഒരു സാരി എടുത്തു തന്നിട്ട് പറഞ്ഞു, എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് ടോപ്പും ചുരിദാർ സെറ്റ് തയ്ച്ചു തരണം എന്ന് പറഞ്ഞു. ഷോൾ അടക്കം വേണമെന്ന് പറഞ്ഞു. അപ്പം അന്ന് അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് ഇല്ല.
എങ്കിലും ഞാൻ ആ പറഞ്ഞ പോലെ അതൊക്കെ പറഞ്ഞ പോലെയൊക്കെ ചെയ്ത് കൊടുത്ത് എംബ്രോയ്ഡറി ചെയ്തും ഡിസൈൻ ഷോൾ എടുക്കുകയും അതിനകത്ത് എംബ്രോയ്ഡറി ഒരു ഫുൾ സെറ്റായിട്ടാണ് ഞാൻ അവർക്കത് കൊടുത്തത്. അവർക്കത് ഭയങ്കര ഇഷ്ടമായി എന്ന് മാത്രമല്ല, മകൾക്കത് പെർഫെക്റ്റ് ആയിരുന്നു അത്. പുള്ളിക്കാരി അപ്പോഴാണ് എൻ്റെ മുമ്പിലേക്ക് ഒരു സാരി എടുത്ത് വെക്കുന്നത്. എനിക്കിന്നും നല്ല ഓർമ്മയുണ്ട്. ഒരു മഞ്ഞ കളറിലെ പട്ട് സാരിയാണ്, കാഞ്ചീപുരം സാരിയാണ്, പച്ച ബോർഡറുള്ള കിടക്കുന്നത്. അതിൽ എന്നെ കാണിക്കുമ്പോൾ ഞാൻ തുറന്ന് നോക്കുമ്പോൾ ഒരു 18 കട്ടിങ് ഉണ്ട് അതിനകത്ത്, അതെന്താ കത്രിയപ്പാടുകൾ ചെയ്തത്? ഇടുന്നുണ്ട്. അവരുടെ മകളുടെ വീട്ടിൽ നിന്ന്, അതായത് കല്യാണം കഴിച്ചു കൊടുത്ത വീട്ടിൽ ആരോ ഒരാൾ ചെയ്തതാണ്. ചെയ്തതാണത്. ഇവരോടുള്ള ദേഷ്യം തീർത്തത് സാരിയിലായിരുന്നു എന്ന് തോന്നുന്നു. ഓ, അങ്ങനെ അത് ആ, എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ആ വെഡിങ് അവർ സാരിയോ? അങ്ങനെ എന്തോ അതാ ഇവർ ഗിഫ്റ്റ് ചെയ്ത സാരിയാണ്. ഓക്കെ. ഈ ചേച്ചി ഗിഫ്റ്റ് ചെയ്ത സാരിയായിരുന്നു അതങ്ങനെ. ആ സാരിയാണ് എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നത്. എന്നിട്ട് പറഞ്ഞു, ഇതെനിക്ക് എനിക്ക് എങ്ങനെയെങ്കിലും എനിക്കിത് ശരിയാക്കി തരണം. അപ്പൊ ഇതൊരു പല സ്ഥലത്തും പോയിട്ടുണ്ട് ആ ഇതുമായിട്ട്. അതെ, അതുമായിട്ട് ഒരുവിധം എല്ലാ സ്ഥലങ്ങളിലും പോയിട്ട് എറണാകുളത്തുള്ള ഷോപ്പുകളിൽ എനിക്ക് ഇനി കയറാൻ ഷോപ്പുകളൊന്നുമില്ല, ഇവരെല്ലായിടത്തും പോയി. പക്ഷെ എല്ലാവരും ഓഫർ ചെയ്തത് അതുപോലത്തെ സെയിം സാരി വേറെ എടുത്ത് കൊടുക്കാന്ന് തരാന്നാണ്. പറഞ്ഞു. പക്ഷെ അവർക്ക് ഇത് വേണം. അവർക്ക് അത് തന്നെ വേണം. പിന്നെ എന്ത് ചെയ്തു? അത് തന്നെ ഞാൻ 2 ദിവസം ആ സാരി ഇങ്ങനെ വിടർത്തിയിട്ടിട്ട് ഞാൻ അതിലേക്ക് തന്നെ നോക്കിയിരുന്നു എന്ത് ചെയ്യും. 18 വെട്ടാണ് ആ സാരിയിലിരിക്കണത്. അതൊക്കെ പല പല രൂപത്തിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അവസാനം ഞാൻ അതിനെ ജോയിൻറ്റ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു, ഡാൺ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കംപ്ലീറ്റ്ലി ഡാൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഒരു ഡിസൈൻ വന്നു. അങ്ങനെ അത് വെച്ചിട്ട് ഒരു എംബ്രോയ്ഡറി ആണ് നമ്മൾ ചെയ്തത്. പക്ഷെ അന്നത്തെ കാലത്ത് അങ്ങനെ സാരീസിൽ എംബ്രോയ്ഡറി, അത് 2006 കാര്യമാണ് ഞാൻ സംസാരിക്കുന്നത്. അങ്ങനെ ഒരു കൺസെപ്റ്റ് ഇല്ലായിരുന്നു, വന്നിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ. അതുകൊണ്ട് തന്നെ അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ ഒരു കൺസെപ്റ്റ് ഞാനൊരു ഒരു പേസ്റ്റൽ ഡിസൈൻ ആ ഒരു കളറിൽ നല്ലൊരു ഗ്രീനിൻ്റെ എൻ്റെ പല പല ഷെയ്ഡുകളും അതേപോലെ തന്നെ ജെറിയും കൂടി ഉപയോഗിച്ചിട്ടാണ് അത് ചെയ്തത്. ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ ഭയങ്കര സന്തോഷം തോന്നിയത്. ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ലായിരുന്നു അങ്ങനത്തെ ഒരു റിസൾട്ട് അതിനകത്ത് വരുമെന്ന്. അപ്പം ഞാനത് തീർന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ചേച്ചിക്ക് കൊണ്ട് കൊടുക്കാം എന്നുള്ള രീതിയിൽ. ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് നിൽക്കാനുള്ള എനിക്കൊരു സമയം എനിക്കില്ല കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും. അങ്ങനെ ഞാൻ അതുമായിട്ട് ചേച്ചിയുടെ വീട്ടിലേക്ക് പോയി ഞാനിത് കൊണ്ട് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരി എന്നെ കെട്ടിപ്പിടിച്ചൊരു കരച്ചിലായിരുന്നു. അതെനിക്ക് ഭയങ്കര ഒരു എനിക്ക് ലോകത്ത് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു ഏറ്റവും വലിയ അപ്രീസിയേഷൻ ആണ്. അപ്രീസിയേഷൻ ആയിരുന്നു അത്. പുള്ളിക്കാരി അത് എന്നോട് പൈസ ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കിതിന് പൈസ വേണ്ടാന്ന് പറഞ്ഞു. കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനതിന് എന്നിലുള്ളൊരു ഡിസൈനറെ പുറത്തേക്ക് എടുത്ത ആദ്യത്തെ ഒരു ഡിസൈനർ എന്ന് പറയുന്നതിനകത്ത് നമുക്ക് വരുന്ന എപ്പോഴും ഈ ചുരിദാറും ബ്ലൗസുകളൊക്കെ മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മുടെ തല ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വേറൊരു ഇതാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് അതിന് ഞാൻ പൈസ വാങ്ങിച്ചില്ല. അങ്ങനെ അവർക്കതിന് എനിക്ക് ചെയ്തു തന്നൊരു കാര്യം എന്ന് പറയുന്നത്, അപ്പം ഞാൻ ഒത്തിരി അകത്തായിരുന്നു. അവിടെ തൃപ്പൂണിത്തുറ തേവരക്ക അമ്പലത്തിൻ്റെ അടുത്ത് ഒരു ഉള്ളിലൊരു വീട്ടിലായിരുന്നു, ചെറിയൊരു വീടെടുത്തിട്ടാണ് അവിടെ യൂണിറ്റ് നടത്തിയിരുന്നത്. അപ്പോൾ പുള്ളിക്കാരി മെയിൻ റോഡിൽ തന്നെ ഏകദേശം ഒരു പുള്ളിക്കാരിയുടെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു വീടായിരുന്നു. അത് സംസാരിച്ച് എനിക്ക് വേണ്ടി പറഞ്ഞ് എടുത്ത് എന്നെ ഒരു മാസത്തിനുള്ളിൽ എന്നെ അവിടെ കൊണ്ടുവന്നു, എൻ്റെ ഓക്കെ. ഉള്ളിൽ കൊണ്ടുവന്നു. പിന്നെ അവിടെ നിന്നാണ് ഞാൻ കസ്റ്റമൈസേഷൻ സ്റ്റാർട്ട് ചെയ്യണത്. പിന്നെ അങ്ങനെ ഒരു ഇത് എനിക്കത് ഫീൽ ചെയ്തിട്ടില്ല. അങ്ങനെ നല്ല രീതിയിൽ തന്നെ നല്ലത്. പോകുന്നു, അങ്ങനെ നല്ല രീതിയിൽ പോകുന്നു. 2015 നമ്മൾ പുറത്തേക്ക് വന്നു. അതെ നമ്മുടെ അതെ സ്വപ്ന എന്ന ബ്രാൻഡ്. അതെ, പിന്നെ സ്വപ്ന എന്ത് എന്നാണ്. സംഭവിച്ചു സ്വപ്ന ബ്രാൻഡിന്? സ്വപ്ന ബ്രാൻഡിൻ്റെ ഞാൻ അവിടെ നിന്ന് പോരുമ്പോൾ എൻ്റെ കൂടെ ഏകദേശം ഒരു 10-17 സ്റ്റാഫുകൾ എൻ്റെ കൂടെ ഇറങ്ങി പോകുന്നവർ. അന്ന് എത്ര പേരുണ്ട് അവിടെ? അവിടെ അന്ന് 24 പേരെങ്ങാണ്ടുണ്ടായിരുന്നു സ്റ്റാഫ്. ഓക്കെ. അതിലൊരു 17 പേരോളം എൻ്റെ കൂടെ തന്നെ അവർ ഇറങ്ങി. ഞാൻ പോന്നപ്പോൾ എൻ്റെ കൂടെ ഞാനില്ലാണ്ട് അവർ നിൽക്കില്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ കൂടെ തന്നെ ഇറങ്ങി. അതെനിക്ക് വലിയൊരു ബാധ്യതയായിരുന്നു. കാരണം തുടങ്ങാൻ പോണുള്ളൂ. അത്രയും 17 പേർക്ക് പേരെയും സാലറി വെച്ച് കൊടുക്കണം. സാലറി കൊടുക്കാൻ വേണ്ടിയിട്ട് അത് അവരെയും കൊണ്ട് ചെയ്യാന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ജോലിക്ക് പൊക്കോളൂ. ഉം. കാരണം വെച്ചാൽ എനിക്ക് എല്ലാവരും കൂടി എനിക്ക് കൊണ്ടു നടക്കാൻ പറ്റില്ല. അവർ പറഞ്ഞ് ഒരു 3 മാസത്തോളം അവർ പിടിച്ചു നിന്നോളാം. അവർ പിടിച്ചു നിന്നോളാം. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടുന്നത് പോലെ നമുക്ക് തന്നാൽ മതി എന്നുള്ള ലെവലിൽ. അപ്പം അവരത്രയും ധൈര്യം പറഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ ഞാനും അങ്ങനെ തന്നെ ആയി. പിന്നെ ഒരു മാസം കഴിഞ്ഞ് ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ പക്ഷേ എനിക്ക് ദൈവം സഹായിച്ച് ആ തുടക്കം മുതൽ തന്നെ എനിക്ക് സാർക്ക് സാലറീസ് എല്ലാം കൊടുത്തു പോകാനായിട്ട് എനിക്ക് പറ്റും. അത് അത്രയും വർക്കുകൾ നമുക്ക് വന്നിരുന്നു. അത് ദൈവഭാഗ്യം എന്നത് പറയാനുള്ളൂ. അന്വേഷിച്ച് പിടിച്ച ആൾക്കാർ വരുമായിരുന്നു അങ്ങനെ. ഇതിനെപ്പോഴും മൗത്ത് പബ്ലിസിറ്റി ആണല്ലോ കൂടുതൽ. തീർച്ചയായും. അന്നത്തെ കാലത്തൊക്കെ ഇതേ ഉള്ളൂ വരുന്നത്. പക്ഷേ വളരെ ഭംഗിയായിട്ട് എനിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റി എനിക്ക്. അവിടെ 2015 ഒക്ടോബറിലാണ് ഞാൻ സ്വപ്ന എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യണത്. 2015 വരുന്നത്. പിന്നീട് തിരിച്ചടികളും ഉണ്ടായി. തിരിച്ചടികൾ ഇറങ്ങിയത് എനിക്ക് ഹെൽത്ത് ഇഷ്യൂസ് ആയിരുന്നു. പിന്നെ നമ്മൾ എന്താ ടെൻഷൻസ് കൂടാൻ തുടങ്ങി. വർക്ക് ലോഡ് കൂടുമ്പോൾ നമുക്ക് എനിക്കാണെങ്കിൽ ഞാൻ പെർഫെക്ഷൻ്റെ ആളാണ്. എനിക്കെല്ലാം എൻ്റെ കൈകളിലൂടെ പോകണം, എനിക്ക് കാണണം, അവരിട്ട് നോക്കി കസ്റ്റമേഴ്സ് ഞാൻ ഓക്കെ എന്ന് പറഞ്ഞാലാണ് കൂടുതൽ ആൾക്കാർ കൊണ്ടുപോകാനായിട്ട് താല്പര്യപ്പെടുള്ളൂ. എന്നുവെച്ചാൽ മറ്റുള്ളവർ കാണാൻ പറ്റാത്തതും ഞാൻ കണ്ടുപിടിച്ച് ക്ലിയർ ചെയ്ത് കൊടുക്കും എന്നുള്ളൊരു വിശ്വാസം അവർക്കുണ്ടായിരുന്നു. അതിലായിരുന്നു
എനിക്ക് അപ്പൊ ഞാൻ ഹെൽത്ത് പിടിച്ചു ഇഷ്യൂസ് വന്നു ആ നിന്നതായിരുന്നു. സ്ട്രെസ് കാരണം. സ്ട്രെസ് കാരണം ഹെൽത്ത് ഇഷ്യൂസ്. അതിനിടയിൽ എനിക്കൊരു സർജറി നടത്തിയിരുന്നു. അപ്പോൾ ഓക്കെ. അതിനകത്ത് വന്നിരിക്കുന്ന ഒരു ഹോർമോണൽ ഇംബാലൻസിൻ്റെ കൊണ്ടിട്ട് എനിക്ക് BP സ്റ്റഡി അല്ലാതെ വന്നിരുന്നു. ഓക്കെ. അത് അങ്ങനെ വന്നതാണ്. ഒരു 3 പ്രാവശ്യത്തോളം എന്താ പറയുന്ന പോലെ കുറച്ച് ഹൈപ്പായി. അതിനുശേഷം 4ാമത്തെ തവണ എനിക്ക് സ്ട്രോക്ക് വന്നു എനിക്ക്. ഓ. 2017 ഏപ്രിൽ വന്നിരിക്കുന്നത്. അങ്ങനെ അന്ന് ഒരു ലെഫ്റ്റ് സൈഡിലാണ് എനിക്ക് എഫക്റ്റ് ചെയ്തത്. ഇടത് കൈക്കും കാലിലും ഒരു ഇതുപോലെ വന്നു എനിക്ക്. ഒരു 8 മാസം എടുത്തു ഞാൻ അതിനകത്ത് നിന്ന് റിക്കവർ ചെയ്ത് വരാൻ. അപ്പോൾ അതുവരെ ഈ 8 മാസക്കാലം എന്ന് പറയുന്നത് എൻ്റെ കംപ്ലീറ്റ്ലി സ്റ്റാഫാണ് അത് മാനേജ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ. അപ്പോൾ അവിടെ നിന്ന് എൻ്റെ കസ്റ്റമേഴ്സുമായിട്ടുള്ള ലിങ്ക് എനിക്ക് അവിടെ നിന്ന് എനിക്ക് മുറിഞ്ഞു തുടങ്ങി. കുറഞ്ഞു തുടങ്ങി. കാരണം നമ്മൾ കാണുന്നില്ല. 8 കാണുന്നില്ല. മാസത്തെ വലിയൊരു ഗ്യാപ്പായി. എന്നോട് അത്രയും അടുപ്പമുള്ളവർ മാത്രമാണ് എൻ്റെ അടുത്തേക്ക് എന്നെ വേണം എന്ന് പറഞ്ഞിട്ട് പിന്നീട് വരുമായിരുന്നുള്ളൂ. അപ്പോൾ അവരിൽ എപ്പോഴും ഞാൻ ഉണ്ടാവുമായിരുന്നു. പക്ഷേ എന്താ പറയുക, എല്ലാവരിലേക്ക് എത്തുക എന്ന് പറയുന്നത് പിന്നീട് ഹെൽത്ത് എനിക്ക് റീസൺ ബുദ്ധിമുട്ട്. കൊണ്ട് ഹെൽത്ത് മീറ്റ് ചെയ്യാനും റീസൺ പറ്റില്ല. ഒത്തിരി 8 മാസം കഴിഞ്ഞ് ഞാൻ ഒന്ന് നോർമൽ, ഇപ്പോഴും ഈ പറയുന്ന പോലെ കംപ്ലീറ്റ്ലി ഞാൻ റിക്കവർ അല്ല. പക്ഷെ ആർക്കും മനസ്സിലാവില്ല അത് എൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് ആർക്കും പക്ഷെ മനസ്സിലാവില്ല. അന്ന് പ്രശ്നങ്ങൾ എല്ലാവർക്കും മനസ്സിലാവുമായിരുന്നു. അതിനോട് അടുപ്പിച്ച് തന്നെ അത് കഴിഞ്ഞിട്ട് അതിനോട് അടുപ്പിച്ച് തന്നെ 2 പ്രാവശ്യം എനിക്ക് ഫേഷ്യൽ പാൽസിയും കൂടി വന്നു എനിക്ക്. ഓ. അപ്പോൾ അതെല്ലാം കൂടി വന്നപ്പോഴത്തേക്കും ആകപ്പാടെ ഒരു ഇതായിരുന്നു. ഫേസ് തിരിഞ്ഞു, അങ്ങനെ ഒന്ന് കളർ ചേഞ്ച് വന്നു. എന്ന് വെച്ചാൽ ഫേഷ്യൽ പാൽസി വന്നതിന് ശേഷം നമുക്ക് ഫേസിൻ്റെ കളർ മാറി. കളർ മാറി, ഒരു കോട്ടമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഇപ്പോൾ ഏകദേശമൊക്കെ മാറി. പക്ഷെ ചേഞ്ച് ചെയ്തു പോയി, ശരിക്കും ഡാർക്കർ ടോണിലേക്ക് ഞാൻ മാറി. അത് ഇപ്പോൾ ആളുകൾ കാണുമ്പോൾ അയ്യോ എന്നാണ് ആദ്യം പറയുന്നത്. എപ്പോഴും അങ്ങനെ പറയുക, കാര്യം ചെയ്യോ പണ്ട് കണ്ടവര് പണ്ട് കണ്ടവർ എപ്പോഴും അങ്ങനെ പറയുക. അവിടെ നിന്ന് എനിക്ക് എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് നഷ്ടപ്പെട്ടു തുടങ്ങിയത് അവിടെ അവിടെ നിന്നായിരുന്നു. അതിനൊക്കെ ഒരു ചോദ്യം. ആ സ്ഥലം താങ്കൾ പുതിയതായിട്ട് തുടങ്ങാനായിട്ട് അത് വാടകയ്ക്ക് എടുത്തതാണോ? അല്ലല്ല, അതെൻ്റെ ആ സമയത്ത് ഹസ്ബൻഡ് അങ്ങനെ കൊച്ചിൻ റിഫൈനറിയിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. പുള്ളിയാണ് വോളണ്ടറി റിട്ടയർമെൻറ്റ് എടുത്തു. 2017 എടുത്തിരുന്നു. എടുത്തിട്ട് പുള്ളി എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഞാനപ്പോൾ ഇങ്ങനെ ചോദിച്ചിരുന്നു, ഇങ്ങനൊരു സംഭവം ഇവിടെ വന്നിട്ടുണ്ട്, നമുക്ക് നോക്കിയാലോ എന്ന് ചോദിച്ചു. പുള്ളി അതൊക്കെ എന്ത് ചെയ്താലും അങ്ങനെ ഞാൻ നശിപ്പിക്കില്ല എന്നുള്ളൊരു ഇത് പുള്ളിക്ക് അറിയാവുന്നതുകൊണ്ടിട്ട് തന്നെ പുള്ളി അത് എനിക്ക് ആ ഒരു പ്രോപ്പർട്ടി എനിക്ക് മേടിച്ചു തന്നു. അതെ, ഒരു സ്ഥലം വാങ്ങിച്ചു ഒരു സ്ഥലം മേടിച്ചു തന്നു. ഉത്തരവാദിത്തം കൂടി. ഉത്തരവാദിത്വം കൂടി. അപ്പൊ ഈ ഹെൽത്ത് റീസൺ വന്നു, അതിനോടൊപ്പം തന്നെ അടുത്ത തിരിച്ചടിയും വന്നു. അതിനോടൊപ്പം അല്ല വന്നത്. അത് അതിനുശേഷം തിരിച്ചടി വന്നിരിക്കുന്നത് കൊറോണ, അതേപോലെ തന്നെ കൊറോണ വന്നു, മറ്റേ എന്താ പറയുക പ്രളയം വന്നു. പ്രളയം വന്ന് 2018 2018 പ്രളയം വരുന്ന അവിടെ നിന്നാണ് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബൊട്ടീക്ക് മേഖലകളെ തകർത്തത് അവിടെ മുതലാണ്. ആ ഒരു നമുക്കറിയാം അന്നെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാർച്ച് അല്ലെങ്കിൽ ഫെബ്രുവരി ആണ് നമുക്കൊരു ഡൾ ടൈം വരുന്നുള്ളൂ. അതല്ലാത്ത എല്ലാ മാസവും നമുക്കൊരുവിധം ഫെബ്രുവരി മാർച്ചാണ് നമ്മൾ ഒന്ന് ഡള്ളാവുന്ന ടൈം. ബാക്കിയുള്ള 10 മാസവും നമുക്ക് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. എല്ലാവരും പറയും ജൂണിൽ കുറവാന്ന് പറയും, സ്കൂൾ കഴിഞ്ഞിട്ടുള്ള അടുത്ത മാസം കുറയും. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചോളം അത് NRI സീസണാണ് ആ സമയം. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളെ എഫക്റ്റ് ചെയ്തിരുന്നത് ആകെപ്പാടെ ഈ ഫെബ്രുവരി മാർച്ച് മാത്രമായിരുന്നു. പക്ഷെ അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ അത് ആ ഒരു പഴയ രീതിയിലേക്ക് പിന്നീട് വന്നിട്ടില്ല അത്. പിന്നെ അതിന് ശേഷം കൊറോണ സ്റ്റാർട്ട് ചെയ്തത് പുതിയ ബിൽഡിങ്ങിലേക്ക് മാറിയത് 2019 മാറിയത്. അവിടെ അതിന്റെ തൊട്ടുപുറകെ കൊറോണ വന്നു. അതിൻ്റെ തൊട്ട് പറയാം 2019 മാറിയിട്ട് അപ്പോഴാണ് ഞാൻ റീബ്രാൻഡ് ചെയ്യുന്നത്. സ്വപ്ന സിഗ്നേച്ചർ ഡ്രീംസ് മാറ്റി സ്വപ്ന മന്ത്ര എന്നുള്ള പേര് സ്വീകരിക്കുന്നത്. സ്വപ്ന മന്ത്ര എന്നുള്ളത് എടുക്കുന്നത് 2019 അതിൻ്റെ പേര് ഇടുന്നത്. എൻ്റെ ഒരു ഫേസ്ബുക്ക് നെയിമായിരുന്നു സ്വപ്ന മന്ത്ര. ഇപ്പം മന്ത്ര എന്ന് പറയുന്നത് എൻ്റെ മാന്ത്ര എന്നാണ്. മാന്ത്ര എൻ്റെ വീട്ടുപേരാണ്. അതിങ്ങനെ എഴുതി വരുമ്പോൾ മന്ത്ര എന്നേ വായിക്കുള്ളൂ. അങ്ങനെ സ്വപ്ന മന്ത്രയായി അത്. പക്ഷെ ആ തിരിച്ചടികളോടൊപ്പം കൂടെ നിന്നവരും ഒക്കെ നമ്മൾ പ്രതീക്ഷിച്ച ലെവലിലേക്ക് വന്നില്ല. അതല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഞാൻ എല്ലാവരും കൂടുതലും എന്താ പറയുക ട്രസ്റ്റ് ചെയ്യുന്ന കൂട്ടത്തിലാണ്. അവരെല്ലാവരും എൻ്റെ കൂടെ ഉണ്ട്. നമ്മളെ ചതിക്കില്ല അല്ലെങ്കിൽ നമ്മളുടെ കൂടെ ഉണ്ടാവും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ആൾക്കാരുകളാണ് എല്ലാവരും. അതിനത്രയും മാക്സിമം അവർക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാറാണ് നോർമലി ഞാൻ പതിവ്. അതിനെ ഒരു പരിധി വരെ അതിനകത്ത് ഒന്നുമില്ല, നമുക്ക് കുറേ സീക്രട്ട് വെക്കേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ ബിസിനസ്സിൽ തന്നെയാണെങ്കിലും ഇപ്പം നമ്മുടെ വെൻഡേഴ്സിൻ്റെ പേര്, നമ്മുടെ കോണ്ടാക്ട്സ്, അതേപോലെ തന്നെ പല കാര്യങ്ങൾക്കും ഒരു സോഫ്റ്റ്വെയർ അവിടെ കൊണ്ടുവന്നുണ്ടെങ്കിൽ അത് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് ഇന്നവർക്ക് ചെയ്യാൻ പാടുള്ളൂ, ഇന്നവർക്ക് അതിനകത്ത് ആക്സസ് കൊടുക്കരുത്. പക്ഷേ എനിക്ക് സ്വപ്ന മന്ത്രയിൽ അങ്ങനെ ഒരു സാധനമില്ല. എല്ലാവർക്കും എല്ലാം ഓപ്പണായിരുന്നു അവിടെ. അതുകൊണ്ട് തന്നെ അതിനെ
ഫ്രീഡം മിസ്യൂസ് ചെയ്തു. ഫ്രീഡം കുറച്ച് നല്ല രീതിയിൽ മിസ്യൂസ് താങ്കൾ ചെയ്യപ്പെട്ടു. ഹെൽത്ത് റീസണും ഉണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലായിടത്തേക്കും എത്താൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. അത് മിസ്യൂസ് ചെയ്തു. ഫ്രീഡം ശരിക്കും മിസ്യൂസ് ചെയ്തു ഒന്ന് എന്ന് കുറച്ച് പറയാം. പേര് പുറത്തേക്ക് ആ പോയി. ആ പുറത്തേക്ക് പക്ഷെ പോവണ്ടായിരുന്നു എന്ന് ഒരിക്കലും ഞാൻ പറയില്ല. കാര്യം എന്ന് വെച്ചാൽ അതെല്ലാവർക്കും അവരവരുടെ പിന്നെ ഏതാണ് സ്വാതന്ത്ര്യം. ആർക്കാണെങ്കിലും പക്ഷെ പോയ അവരവരുടേതായിട്ടുള്ള പോക്കിൽ ചെയ്യണം. താങ്കളുടെ കസ്റ്റമറെ അതെ. കൊണ്ട് പോയി. കസ്റ്റമറെ കൊണ്ട് പോയതിനല്ല എനിക്ക് കസ്റ്റമർ വെച്ചാൽ അറിഞ്ഞു പോകണം. ഞാൻ ആദ്യം ഒരു സ്ഥാപനത്തിൽ നിന്ന് ഇറങ്ങി വന്ന ഒരാളാണ്. ആ. അവിടെ നിന്ന് ഞാൻ ഒരാളെ പോലും ഞാൻ തിരിച്ചു വിളിച്ചിട്ടില്ല. എന്നെ വേണമെന്നുള്ളവർ എൻ്റെ അടുത്തേക്ക് വരികയാണ് ചെയ്തിരുന്നത്. അതെന്ന് പറയുന്നത് ഞാൻ ഒരു എത്തിക്സ് ഉണ്ട്. അതെ. ഏതൊരു ഇതിനാണെങ്കിലും ഒരു തീർച്ചയായിട്ടും. എത്തിക്സ് ഉണ്ട്. എന്നെ ആവശ്യമുള്ളവർ എന്നെ അന്വേഷിക്കും. എങ്ങനെയാണെങ്കിലും അന്വേഷിച്ച് കഴിഞ്ഞാൽ കിട്ടാത്തൊരു കാലമല്ല. അപ്പോൾ നമ്മുടെ അടുത്തേക്ക് വരിക. അപ്പോൾ ഒരാളെ പോലും ഞാനായിട്ട് വിളിച്ചു കൊണ്ടുവന്നിട്ടില്ല. അവരറിഞ്ഞ് വന്നതാണ്. അവർക്ക് ബുദ്ധിമുട്ടുകളിലേക്ക് അവർക്ക് വന്ന് കിട്ടിക്കഴിയുമ്പോൾ അവർ എന്തായാലും എവിടെയെന്ന് അന്വേഷിക്കുക. അങ്ങനെ 1 കൊല്ലവും 2 കൊല്ലവും 3 കൊല്ലം കഴിഞ്ഞിട്ട് എൻ്റെ അടുത്തേക്ക് എത്തിയിരിക്കുന്നവരുണ്ട്. അപ്പോൾ ഞാൻ നടന്ന് കാണിച്ചു കൊടുത്തതാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരെ. പക്ഷേ അവരെൻ്റെ അടുത്തേക്ക് വന്ന് ചെയ്തെന്ന് വെച്ചാൽ പോയപ്പോഴും ശരിക്കും പറഞ്ഞാൽ ഞാൻ അവരെ അനുഗ്രഹിച്ച് തന്നെ വിട്ട ആളാണ്. ഉം. പക്ഷെ പിന്നീടാണ് ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ കസ്റ്റമർ കോണ്ടാക്ട്സ് കംപ്ലീറ്റ്ലി എടുത്തുകൊണ്ടാണ് അത് പോയത്. അതെനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഷോക്കായ ഒരു കാര്യമായിരുന്നു. ഞാൻ ഒരിക്കലും ഞാൻ അതിനകത്ത് ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിച്ചിരുന്ന ഒരാളും കൂടി അതിനകത്തേക്ക് പെട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഹർട്ടായി. അതിനകത്ത് പിന്നെ അപ്പോഴേ എനിക്ക് മനസ്സിലായി പ്രശ്നം എൻ്റെ തന്നെയാണ്. നമ്മൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. ശ്രദ്ധിക്കേണ്ടത് തന്നെയായിരുന്നു. ഫ്രീഡം ഞാൻ കൊടുത്തതാണ്. അവരത്രയും വിശ്വസിച്ചതാണ് എൻ്റെ ഒരു വിഷയം. എല്ലാവർക്കും കൊടുക്കേണ്ട ഒരു ലിമിറ്റിനകത്ത് മാത്രമേ നിർത്താൻ അപ്പോൾ പാടുണ്ടായിരുന്നുള്ളൂ. ഒരു ടേൺ ഓവർ സെയിൽസ് നന്നായി അങ്ങ് കുറഞ്ഞു. നല്ല രീതിക്ക് കുറഞ്ഞു. ഏകദേശം നല്ല രീതിയിലൊരു ഒരു മാസം നമുക്കൊരു 15 ലാക്സിൻ്റെ അടുത്തോളം നമുക്കൊരു ടേൺ ഓവർ ഉണ്ടായിരുന്നൊരു സമയമായിരുന്നു അത്. അവിടുന്ന് നേരെ എൻ്റെ ഒരു കാൽ ഭാഗമായിട്ട് നമുക്ക് കുറഞ്ഞു. പക്ഷെ അക്കാലത്ത് താങ്കൾ വേറൊരു സ്റ്റോർ കൂടി തുടങ്ങി. ആ അതിന് മുമ്പാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. 2023 ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ഞാനിതിനെ കണ്ടിരുന്നു. ഉം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ വാൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് എന്നെ വാൺ ചെയ്തിരുന്നിരുന്നു. ആ ബോണ്ട് പൊട്ടിക്കണം, അത് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് എന്ന് പലരും എന്നോട് വാൺ ചെയ്തതാണ്. പക്ഷേ എനിക്ക് എന്നിലൊരു വിശ്വാസം ഉണ്ടല്ലോ. അത് തെറ്റാണെന്നുള്ള എനിക്ക് കാലം തെളിയിച്ചെങ്കിൽ പോലും എനിക്ക് വിശ്വസിക്കാതിരിക്കാൻ എനിക്ക് പറ്റത്തില്ലായിരുന്നു. പലരും പറഞ്ഞതാണ് മാറ്റേണ്ട സമയം കഴിഞ്ഞു, മാറ്റണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല, എനിക്കതിന് ബുദ്ധിമുട്ടായിരുന്നു അതിന്. അതിനുശേഷം ഈ പറഞ്ഞ പോലെ അപ്പോൾ ഒരു കാര്യം ഞാൻ കണ്ടത് എനിക്ക് മനസ്സിലായി. എനിക്കൊരു പണി വരാൻ സാധ്യതയുണ്ടെന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് എനിക്ക് മനസ്സിലാക്കി തന്നു. 1-2 ഇൻസിഡൻസ് കൊണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. അങ്ങനെയാണ്. അപ്പോൾ പിന്നെ അത് മാത്രമല്ല, ഞാൻ അന്ന് തുടങ്ങിയിരിക്കുന്നത് കോട്ടൻ്റെ ആയിട്ടുള്ള വിവിധ തരം കോട്ടൻ്റെ ഒരു സെയിൽസിൻ്റെ ഒരു പോർഷൻ നമുക്ക് ഉണ്ടായിരുന്നു. ഡിസൈനിങ് കൺസെപ്റ്റിൽ താങ്കൾ ആ കോട്ടൺ സമയം കൊണ്ട് മാത്രമായിട്ട് കോട്ടണിലേക്ക് മാറി. കോട്ടണിലേക്ക് കംപ്ലീറ്റ്ലി ഇൻറ്റു കോട്ടണിലേക്ക് ഇപ്പോഴും കോട്ടൺ ആ ഡിസൈൻ കോട്ടൺ മാത്രമാണ്. അല്ല, കസ്റ്റമൈസേഷനിൽ വരുമ്പോൾ നമ്മൾ എന്തും ചെയ്യും. പുറത്തുനിന്ന് കൊണ്ടുവരുന്ന എല്ലാ ഫാബ്രിക്സുകളും നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ചെയ്യുന്ന പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ കോട്ടൺ. ഞങ്ങൾ ചെയ്യുന്നത് കംപ്ലീറ്റ്ലി ഇൻ കോട്ടൺ മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ അവിടെ തൃപ്പൂണിത്തുറയിലേക്ക് ആളുകൾക്ക് വരാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ പുറത്തേക്ക് പോരാതെ മാർഗ്ഗം ഇതിൽ നിന്നുകൊണ്ട് ഞാൻ വിചാരിക്കുന്ന ഒരു ലക്ഷ്യത്തിലേക്ക് എനിക്ക് വരണം എന്നുണ്ടെങ്കിൽ എനിക്ക് അവിടെ പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായി. കുറച്ചും കൂടി ഇതായിട്ടുള്ള രീതിയിൽ സിറ്റിയിലേക്ക് വരണം എന്ന് തോന്നി. അങ്ങനെയാണ് ഞാൻ അന്വേഷിക്കുന്നതും. അത് തുടങ്ങിയത് എൻ്റെ ഭാഗ്യം എന്ന് വേണം എനിക്ക് പറയാനുണ്ട്. എല്ലാവരും എൻ്റെ അടുത്തറിയാവുന്നവരെല്ലാവരും എന്തിനാണ് ഇത്രയും നല്ലൊരു ഷോപ്പ് ഉണ്ടായിട്ട്, ഇത്രയും നല്ലൊരു ബിസിനസ് ഉണ്ടായിട്ട് എന്തിനാണ് വേറൊരു സ്റ്റോർ എന്നോട് ചോദിച്ചിരുന്നു. പക്ഷേ എനിക്കുണ്ടായൊരു പ്രശ്നത്തിൽ എന്നെ താങ്ങി നിർത്തിയത് എൻ്റെ 2ാമത്തെ സ്റ്റോറാണ്. എവിടെയാണത്? എടപ്പള്ളിയിലായിരുന്നു. എടപ്പള്ളിയിൽ ഒബ്രോൺ മോളിൻ്റെ അടുത്തായിട്ട് വരുന്നുണ്ട് നമുക്ക്. അതും സ്വപ്ന മന്ദിരം. സ്വപ്ന മന്ദിരയുടെ തന്നെ. അങ്ങനെ സ്വപ്ന മന്ദിരയുടെ 2ാമത്തെ സ്റ്റോർ അവിടെയാണ്, എടപ്പള്ളിയിലാണ് വന്നിരിക്കുന്നത്. പിന്നീട് അതൊരു വളർച്ചയുടെ പാതയിൽ നമുക്കൊരു ഏകദേശം ഒരു 5-6 മാസങ്ങൾ കൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ 2 സ്റ്റോറുകളാണ് നമുക്കുള്ളത്. 2 സ്റ്റോറുകളാണ്. തൃപ്പൂണിത്തുറയും ഒന്ന് എടപ്പള്ളിയിൽ. താങ്കളുടെ എക്സ്പെർട്ടൈസ് എന്താണ്? എന്തൊക്കെ സർവീസുകളാണ് താങ്കൾ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത്? കസ്റ്റമൈസേഷൻ തന്നെയാണ് മെയിൻലി ആദ്യത്തെ ഒരു പാർട്ട്. അത് തന്നെയാണ്. ഇപ്പം നമ്മളുടെ ഫാബ്രിക്സ് ആണെങ്കിലും പുറത്തുനിന്ന് കൊണ്ടുവരുന്ന ഫാബ്രിക്സ് ആണെങ്കിലും അതിനനുസരിച്ച് അവർ കൊണ്ടുവരുന്ന ഇതിനനുസരിച്ചുള്ള ഡിസൈൻസ് അവർക്ക് പറഞ്ഞു കൊടുത്താൽ മാത്രം പോരാ, പെർഫെക്ഷനിലേക്ക് കൊണ്ടുവരും. അവർക്ക് വേണ്ടുന്ന രീതിയിലുള്ള പെർഫെക്ഷൻ കിട്ടണം. സ്റ്റിച്ചിങ് പെർഫെക്ഷനും ഫിറ്റിങ്ങിലുള്ള പെർഫെക്ഷനും എനിക്ക് കമ്പൽസറി ആണ്. അപ്പോൾ അത് ഞാൻ എൻ്റെ സ്റ്റാഫിനെയും എല്ലാവരെയും
അതിനാണ് ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. കസ്റ്റമർ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് അതിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. പിന്നെ അടുത്ത മേഖല കൂടുതലും എന്ന് വെഡിങ് പറയുന്നത് ഫങ്ഷൻസ് വെഡ്ഡിങ് ഫങ്ഷൻസിൻ്റെയാണ് കൂടുതലും വരുന്നത്. ഇത് വെഡ്ഡിങ് ബ്ലൗസസ് ആണ് എല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും കൂടുതലും നിൽക്കുന്നത് വെഡ്ഡിങ് ബ്ലൗസസിനാണ് നിൽക്കുന്നത്. ഗൗൺസ് ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഗൗൺസ് ഇപ്പോൾ ഇഷ്ടംപോലെ വന്നു. വെഡ്ഡിങ് ഗൗൺസുകൾ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. പാർട്ടി ഗൗൺസും എല്ലാം ഇപ്പോൾ നമ്മൾ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ എന്ന് പറഞ്ഞാൽ വല്ലപ്പോഴും ആയിരുന്നു ചെയ്തിരുന്നത്. കാരണം കൂടുതലും ബ്ലൗസസാണ് നമുക്ക് വരിക. അതിനാണ് നമ്മൾ പേര് കേട്ടിരിക്കുന്നതും വെഡ്ഡിങ് ബ്ലൗസസിനാണ് കൂടുതലും. പക്ഷേ എങ്കിലും ഇപ്പോൾ എല്ലാത്തിലും എല്ലാ ഇത് ചെയ്യുന്നുണ്ട്. കൂടാതെ നമ്മുടെ കോട്ടണിൽ സ്പെഷ്യലൈസ്ഡ് ആണ്. കോട്ടണിൽ സ്പെഷ്യലൈസ് ചെയ്ത് ആർക്കും ചെയ്യാൻ പറ്റാത്ത നല്ല ഭംഗിയായിട്ട് അത് ഡിസൈൻ ചെയ്ത് ഇപ്പം പക്ഷേ ആൾക്കാരുണ്ട്. ഞാൻ ആ തുടങ്ങിയ സമയത്ത് വളരെ ചുരുക്കം ഉണ്ടായിരുന്നുള്ളൂ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറൽ ആയിട്ടുള്ള കോട്ടൺ, ഒരു മിക്സ് പോലും ഇല്ലാത്ത കോട്ടൺ കൊടുക്കണം എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം. അതേപോലെ തന്നെ അത് അതിനകത്ത് പറ്റുന്ന രീതിയിലുള്ള നാച്ചുറൽ ഡൈസ് തന്നെ ഉപയോഗിച്ച്, കെമിക്കൽ ഡൈസ് ഉപയോഗിച്ച് വെച്ചിരിക്കുന്ന ഒരു സാധനവും ഞാനിവിടെ വെക്കില്ല എന്നുള്ളത്. മെറ്റീരിയൽ എനിക്ക് ശരീരത്തിന് ഒരു പ്രശ്നം ഉണ്ടാവരുത്. അത് ഇട്ടുകൊണ്ട് സ്വപ്നയുടെ അടുത്ത് നിന്ന് എടുത്തിട്ട് കൊണ്ടുപോയിരിക്കുന്ന ഫാബ്രിക് കൊണ്ടിട്ട് ഇന്നത് പറ്റി എന്ന് പറയരുത് എന്നുള്ളത് എനിക്ക്. ഞാൻ കേട്ടിരിക്കുന്ന പലതും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡോക്ടേഴ്സ് പറയും, പ്രിഫർ ചെയ്യും, സ്കിൻ അലർജിയെ കൊണ്ടുപോയി നിങ്ങൾ കോട്ടൺ യൂസ് ചെയ്യുമെന്ന് പറയും. കോട്ടൺ നമ്മൾ അന്വേഷിച്ച് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പലതൊരു മാർക്കറ്റിൽ പകുതി കോട്ടൺ കൊണ്ടുവന്ന് കൊടുക്കുന്ന കോട്ടൺ അല്ല. അതിനകത്ത് മിക്സ് ഉണ്ട്. മിക്സ്ഡ് ആയിരിക്കും. മിക്സ്ഡ് ആയിട്ടുള്ള വരുന്നത് പ്യുവർ കോട്ടൺ കിട്ടുന്നില്ല, നമുക്ക് വളരെ കുറവായിരുന്നു. അതോടൊപ്പം സ്വപ്നയ്ക്ക് സിനിമ അതിന് വേണ്ടിയൊക്കെ ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച്. ഞാൻ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതിനകത്തൊന്നും നമ്മളുടെ ആയിട്ടുള്ള രീതിയിലുള്ള എൻ്റെ പേര് വെച്ചിട്ടുള്ള കാര്യങ്ങളല്ല. അത് അല്ലാതെ വരുന്ന ഡിസൈനേഴ്സിന് വേണ്ടിയിട്ടൊക്കെ ഒത്തിരി ഞങ്ങൾ ചെയ്തു നല്ല കൊടുക്കുന്നുണ്ട്. സൗഹൃദങ്ങളും ഉണ്ട്. ഒരുപാട് സൗഹൃദങ്ങളുണ്ട്. ഞങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്ന ചില ആൾക്കാരും ഉണ്ട്. ഒരുപാട്. അതിൽ ആരാണത്? ആദ്യമായിട്ടുള്ള പേര് പറയേണ്ടത് എന്നെ സപ്പോർട്ട് ചെയ്തത് കുക്കു മാമാണ്. 2008 9 അറിയില്ല, ക്ലബ് എഫ് എം തുടങ്ങിയൊരു സമയത്താണ് മാമിന് എൻ്റെ അടുത്തേക്ക് എൻ്റെ ഒരു കസ്റ്റമറാണ് ജിഷ എന്ന് പറയുന്നത്. ജിഷ പ്രസാദ് ഡിസൈനറാണ് ആ കുട്ടി. ആ കുട്ടിയാണ് എന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡിസൈനിങ് ഫീൽഡിലേക്ക്, അതായത് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ചുരിദാറിൽ നിന്നും ബ്ലൗസിൽ നിന്നും മാറി ഒരു ഗൗൺ പോലെയുള്ളതിനൊക്കെ അതൊന്നും നമ്മുടെ അടുത്തേക്ക് വരുന്നില്ല. അതൊന്നും നമുക്ക് ചെയ്യാൻ കിട്ടത്തില്ലായിരുന്നു. ഈ പുള്ളിക്കാരിയുടെ ജിഷയുടെ ഡിസൈൻസ് ചെയ്യാനായിട്ട് പലയിടത്ത് ചെന്നിട്ട് ഡിസൈക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് എൻ്റെ അടുത്ത് ജിഷ എത്തുന്നത്. ജിഷയിൽ നിന്നാണ് എനിക്ക് കുക്കു മാമിൻ്റെ അടുത്തേക്ക് എനിക്ക് എത്താൻ പറ്റുന്നത്. അങ്ങനെ താങ്കൾ പറയുന്നത് കുക്കു പരമേശ്വരൻ. കുക്കു പരമേശ്വരൻ മാം അതേ ഒരു ഡിസൈനറാണ്. പുള്ളിക്കാരി ഡിസൈനറാണ്. മിക്കവർക്കും അറിയില്ല, കോസ്റ്റ്യൂം ഡിസൈനറാണ് മാം. അതിനോടൊപ്പം വേറെ നല്ല സൗഹൃദമുണ്ട് താങ്കൾക്ക്. ഉണ്ട്. അതേപോലെ തന്നെ മഞ്ജുപിള്ള വന്നു എനിക്ക് അടുത്തേക്ക്. മഞ്ജുപിള്ളയും അതേപോലെ തന്നെ മഞ്ജുപിള്ള പിന്നെ ഏത് സ്ഥലത്തും എവിടെയും ഏതൊരു അവസരം കിട്ടിയാലും സ്വപ്നമന്ത്രയുടെ പേര് പറയാണ്ട് വിടൂല. അത് ശരിക്കും എനിക്ക് തന്നിരിക്കുന്നത് ഒരു മൈലേജ്, ഒരു ഭീകരമായിട്ടുള്ള മൈലേജ്. നല്ല രീതിയിൽ എന്നെ സപ്പോർട്ട് ചെയ്യാറുണ്ട് മഞ്ജുപിള്ള. പിന്നെ ഒത്തിരി അല്ലാതെയുള്ള ഇഷ്ടംപോലെ ആളുകളുണ്ട്. നമ്മുടെ ഈ ജേണിയിൽ കൂടെ ഉണ്ടായിരുന്ന ഒത്തിരി പേരുകളുണ്ട്. അത് ഇപ്പോഴും എൻ്റെ കൂടെ തന്നെ. എൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ നമുക്ക് എത്ര എംപ്ലോയീസ് ഉണ്ട്? ഏകദേശം ഒരു 50+55 ഓളം ഉണ്ട് നമുക്ക്. 55ഓളം പേര്, 2 സ്റ്റോർ. അതെ അതെ. ഭാവി പരിപാടികൾ എന്തൊക്കെയാണ്? ഭാവി പരിപാടികൾ ഒരുപാട് പേര് എൻ്റെ അടുത്തേക്ക് ഇപ്പം ഫ്രാഞ്ചൈസി ചോദിച്ചു വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ 1-2 ചർച്ചകൾ നടക്കുന്നു. ഇങ്ങനെ ഡിസൈഡ് ആയിട്ടില്ല എന്താണ് ഏതാണെന്ന് വേണ്ടതെന്നുള്ളത്. കാരണം എൻ്റെ ഹെൽത്ത് ഇഷ്യൂസാണ് എനിക്കൊരു മെയിൻ ഒരു പ്രോബ്ലം. പക്ഷേ അതല്ലാത്ത രീതിയിൽ ഇപ്പം ഞാനൊരു ടീമിനെ എൻ്റെ കൂടെ ഞാൻ സെറ്റ് ചെയ്തുകൊണ്ട് വരുന്നുണ്ട്. അങ്ങനെ അവരെയും അത് തുടങ്ങിയാലും അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്റ്റാഫിനെ ഞാനിപ്പോൾ സെറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഭാവിയിലേക്ക് വരുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു 3 കൊല്ലത്തിനുള്ളിൽ 6 സ്റ്റോറെങ്കിലും വേണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. വെരി ഗുഡ്. അപ്പോൾ ആ സ്റ്റോറിലേക്കുള്ള പ്രയാണത്തിലാണ്. അതെ. സാധാരണ നമ്മൾ സ്ത്രീകൾ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ഒരു പ്രവണത, എല്ലാവരും അല്ല, ആദ്യം കല്യാണം എന്നുള്ളൊരു സാധനം വരും. അത് കഴിയുമ്പോൾ കുട്ടിയാവും. പിന്നെ കുട്ടിയുടെ പഠിത്തമായി. ഇത്തിരി വലുതാവുമ്പോൾ 10ാം ക്ലാസ് ആണെന്ന് പറയും. പലരും ഒന്നും ചെയ്യാതിരിക്കുന്ന പല ആൾക്കാരുണ്ട്. താങ്കൾ വളരെയധികം തിരിച്ചടികളുണ്ടായി, ശാരീരികമായ ബുദ്ധിമുട്ടുണ്ടായി, സാമ്പത്തികമായ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്, തിരിച്ചടികളുണ്ടായിട്ടുണ്ട്. പക്ഷെ അവിടെയൊക്കെ പൊരുതി നിന്ന ഒരാളാണ്. ഇത്തരം വനിതകളോട് എന്താണ് പറയാനുള്ളത്? നമുക്ക് ജീവിതം ഒന്നേ ഉള്ളൂ. അതിൽ നമുക്കിഷ്ടമുള്ള പോലെ ജീവിക്കാൻ എല്ലാവർക്കും ഒരേപോലെ അവകാശമുള്ളതാണ്. അതിൽ എന്താ പറയുക, എന്തൊക്കെ പറഞ്ഞാലും, എത്ര പണം ഉണ്ടെന്ന് പറഞ്ഞാലും ശരി, എന്ത് ചെയ്യുന്നെന്ന് പറഞ്ഞാലും ശരി, ഒരു ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ
ഒറ്റപ്പെടും, ഉറപ്പാണ് ഒറ്റപ്പെടും എന്നുള്ള കാര്യം. എന്തായിരിക്കും ആ ഏജ്? ഏജ് ഒരു 40+ ആയിരിക്കും. അപ്പം പിള്ളേര് മക്കള് വലുതായി. മക്കള് അവരവരുടെ കാര്യങ്ങൾ ചെയ്തു തുടങ്ങി കഴിയുമ്പോഴേക്കും ഇവര് ഒറ്റപ്പെടും. എന്നുവെച്ച് കഴിഞ്ഞാൽ അവര് പറന്നു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഭർത്താവും തിരക്കാണ്. ഭർത്താവും തിരക്കാണ്. പിന്നെ ഇവരുടെ ഭാവി പരിപാടികളുമായിട്ട് ഭർത്താവ് എപ്പോഴും ആ ഒരു രീതിയിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ ലേഡീസിന് ഒരു ഒരു പരിധി വരെ ആളുകൾ, ഞാനിപ്പോൾ കൂടുതൽ ലേഡീസിനോട് സംസാരിക്കുന്നതുകൊണ്ടിട്ടാവാം എല്ലാവരും ഇങ്ങനെ വന്നിട്ട് പറയാറുണ്ട് ഞാൻ ഒന്നും ചെയ്യാനില്ല. അവരുടെ താല്പര്യം അവരുടെ ഇഷ്ടത്തിനുള്ള കുറച്ച് ഡ്രസ്സുകൾ തയ്ക്കുക, അവിടെ പോവുക, പുറത്തേക്ക് പോവുക എന്നുള്ള ഉപരി അവരുടെ ഉള്ളിൽ നിന്ന് ആ ഒരു അവർക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാനായിട്ടുള്ളൊരു ഇത് അവർക്ക് അതിനെന്താണ് വരുന്നില്ല. സൊല്യൂഷൻ? ഇറങ്ങുക എന്നുള്ളതാണ് ഇറങ്ങുക എന്തെങ്കിലും. എന്നുള്ള അതല്ലാതെ വേറെ ഒന്നുമില്ല. അവനവന് വേണ്ടിയിട്ട് ജീവിക്കണം. അവർക്ക് പറ്റുന്ന ആഗ്രഹങ്ങളും അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്താണോ, നമുക്ക് എല്ലാവർക്കും എല്ലാവർക്കും ഉണ്ടാവും ഓരോരോ കഴിവുകളുണ്ടാവും. ആ കഴിവുകൾ മനസ്സിലാക്കി ഇറങ്ങണം എന്നുള്ളതാണ് ഞാൻ പറയാനുള്ളത്. അങ്ങനെ ആ, വീട്ടിലെ സെർവൻറ്റിന് കൊടുത്ത പൈസ അത് സേവ് ചെയ്ത് 60,000 രൂപ ഉണ്ടാക്കി താങ്കൾ പഠിച്ചിട്ടാണ് താങ്കൾ ഇവിടെ വന്നിരിക്കുന്നത് അതെ അല്ലേ? അതെ അതെ അതെ. ആ, നിരവധി തിരിച്ചടികൾ ഉണ്ടായിട്ടുണ്ട്. ഉം. ഇനിയും തിരിച്ചടികൾ ഉണ്ടായേക്കാം. ഉണ്ടാവാം. ഇത് എപ്പോഴെങ്കിലും വിട്ടിട്ട് പോകണം എന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. എൻ്റെ അമ്മയാണ് എൻ്റെ ഏറ്റവും വലിയ പ്രചോദനം എന്ന് പറയുന്നത്. അമ്മ പഠിപ്പിച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ മുറിച്ചിട്ടാലും അവിടെ നിന്ന് എഴുന്നേറ്റ് വരണം എന്നുള്ളതാണ്. അവിടെ ഒരു നിമിഷം പോലും അതിന് വേണ്ടിയിട്ട് സമയം പാഴാക്കാനായിട്ട് ഇല്ല. ആ ഒരു എടുക്കുമ്പോൾ കിട്ടുന്നൊരു ഷോക്കുണ്ട് നമുക്ക്. ആ ഷോക്കിൽ നിന്ന് റിക്കവർ ചെയ്ത് വരാനായിട്ട് എടുക്കുന്ന ഒരു സമയം, അത് അതും വളരെയധികം കുറച്ചിട്ടാണ് അമ്മ പല പല കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തന്നേക്കുന്നതും. ഇന്നത് എനിക്ക് എൻ്റെ ലൈഫിൽ ഞാനത് 2-3 തവണയായിട്ട് ഞാനത് ഏറ്റിരിക്കുന്നൊരു കാര്യമാണ്. ഇതൊന്നും ഇല്ലെങ്കിൽ എങ്ങനെ വന്നാലും ശരി ഒരു ഒരു 2 ദിവസത്തിനപ്പുറത്തേക്ക് ഞാൻ എൻ്റെ ഒരു ഇതിനെ ഞാൻ കൊണ്ടുപോകാറില്ല. അതാണ് ആ, അമ്മ തന്ന മന്ത്രം, അതെ. സ്വപ്ന മന്ത്രയുടെ ആ, മന്ത്രവും. അതെ. എങ്ങനെ എത്ര വെട്ടിയിട്ടാലും ഞാൻ എഴുന്നേറ്റ് വരും. ആ കോൺഫിഡൻസ് ഉണ്ട്. അതുണ്ട്. അതായത് ഒരിക്കലും ഞാൻ കിടക്കണ വരെ അതുണ്ടാവില്ല. അത് എൻ്റെ കൂടെ തന്നെ എൻ്റെ കൂടെ ഉണ്ടാവും, അത് ഉറപ്പാണ്. അത് അമ്മയുടെ എൻ്റെ ബലമായിരുന്നു. എൻ്റെ അമ്മ എന്ന് പറയുന്നത് എൻ്റെ ഒരു വലിയൊരു സപ്പോർട്ടായിരുന്നു. എൻ്റെ സപ്പോർട്ട് സിസ്റ്റം എൻ്റെ അമ്മയായിരുന്നു. വനിതാ സംരംഭകർ നിരവധി പേര് ഇതിലേക്ക് ഇറങ്ങണം എന്ന് ആഗ്രഹമുണ്ട്. അത്തരം ആൾക്കാരെ കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ടോ? ഉണ്ട്. ഒരുപാട് പേരുണ്ട്. അതിൽ ഞാൻ ഇൻസ്പയർ ചെയ്തിട്ട് വന്നിരിക്കുന്ന 2 പേരുണ്ട് അതിൽ വരുന്നത്. എല്ലാ ഒരു എൻ്റെ അടുത്ത് എൻ്റെ കസ്റ്റമറാണ്. പുള്ളിക്കാരി വീട്ടിൽ ഇരുന്നിട്ട് കേക്കുകൾ ഉണ്ടാക്കുമായിരുന്നു. അങ്ങനെ ഒരു തവണ ഒരു കേക്ക് ഉണ്ടാക്കിയിട്ട് എനിക്ക് കൊണ്ട് തന്നിട്ട് പറഞ്ഞു എങ്ങനെയുണ്ടെന്ന് നോക്കണം കേട്ടോ എന്ന് പറഞ്ഞു. ഭയങ്കര ടേസ്റ്റായിരുന്നു. അപ്പോൾ പുള്ളിക്കാരിയോട് ഞാൻ അന്ന് തന്നെ പുള്ളിക്കാരിക്ക് കൊടുത്തൊരു ഓഫർ എന്ന് പറയുന്നത്, അന്ന് അത് കൊണ്ടിട്ട് തന്നെ എല്ലാ മാസവും ഒരു ദിവസം ഏറ്റവും ലാസ്റ്റ് ബുധനാഴ്ചയാണ് ഞങ്ങളവിടെ സ്റ്റാഫിൽ ആരുടെങ്കിലുമൊക്കെ ബർത്ത്ഡേ ഉണ്ടെങ്കിൽ ഒരു ദിവസം ആ മാസത്തെ ബർത്ത്ഡേ എല്ലാം കൂടി ഒരു ദിവസം ഞങ്ങൾ ആഘോഷിക്കും. അങ്ങനെ ഈ പുള്ളിക്കാരിക്ക് ഞാനൊരു ഓർഡർ കൊടുത്തു. പിന്നീട് അവിടെ നിന്ന് പുള്ളിക്കാരിനെ ഞാൻ ഒരു സംഘടനയിലേക്ക് ഞാൻ കൊണ്ടുവന്നു. ബിസിനസ്സിൻ്റെ സംഘടനയിലേക്ക്, BNA എന്ന് പറയുന്ന സംഘടനയിലേക്ക് ഞാൻ കൊണ്ടുവന്നു. പുള്ളിക്കാരിക്ക് പിന്നീട് അവിടെ നിന്ന് ഉണ്ടായ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, ഇന്ന് എന്താ പറയുക, സ്വന്തമായിട്ടൊരു യൂണിറ്റും ഇട്ട് ഒത്തിരി ക്രിസ്മസ് സീസൺ പുള്ളിക്കാരി ഇപ്പോൾ ആഘോഷിക്കുക ശരിക്കും പറഞ്ഞു വെരി ഗുഡ്. കഴിഞ്ഞാൽ. നല്ല രണ്ടാമത് രീതിയിൽ. ആരാണ്? രണ്ടാമത് തിരുവനന്തപുരത്തുള്ള എൻ്റെ ഒരു സുഹൃത്താണ്. എൻ്റെ കൂടെ പഠിച്ചിരുന്ന ഒരു കുട്ടിയാണ്. ഒരു 10 കൊല്ലം മുമ്പ് ആദ്യമായിട്ട് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഞാൻ തുടങ്ങുന്നതിനേക്കാളും മുമ്പ് ബൊട്ടിക്ക് സ്റ്റാർട്ട് ചെയ്ത ഒരാളാണത്. പക്ഷേ പല പ്രശ്നങ്ങൾ കൊണ്ടിട്ട് നിർത്തേണ്ടി വന്നു, സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. അതിന് ശേഷം ഒരു 10 കൊല്ലത്തെ ഗ്യാപ്പ് കഴിഞ്ഞിട്ട് ഞാൻ ഈ അടുത്ത് പുള്ളിക്കാരിനെ ഞാൻ കാണാനിടയായി. എൻ്റെ ഒരു യാത്രയിൽ എൻ്റെ കൂടെ വന്നതാണ്. ഞാൻ വന്നോട്ടെ എന്നുള്ളത് ചോദിച്ചിട്ട് എൻ്റെ കൂടെ വന്നതാണ്. അപ്പോൾ ഞാൻ സന്തോഷത്തോടെ എൻ്റെ കൂടെ കൂട്ടി. അവിടെ നിന്ന് സംസാരത്തിൻ്റെ ഇടയിൽ പല പല ആഗ്രഹങ്ങളും കാര്യങ്ങളും എല്ലാം ഞാൻ കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു എന്തുകൊണ്ട് തുടങ്ങിക്കൂടാ എന്ന് ഞാൻ ചോദിച്ചു. രണ്ടാമത് എന്തുകൊണ്ട് തുടങ്ങിക്കൂടാന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളിക്കാരിക്ക് ഇങ്ങനെ പല പല റീസൺസ് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടിട്ടുള്ളതിൽ. അപ്പോൾ എനിക്ക് എവിടെന്നെങ്കിലും ഒന്നൊരു പുഷ് കൊടുത്താൽ മാത്രമേ അത് പോരുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. നല്ല കാലിബറുള്ള കുട്ടിയാണ്. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പുള്ളിക്കാരി അപ്പോൾ വിചാരിച്ചത് എന്നോട് അഭിപ്രായം ചോദിച്ചത് ജ്വല്ലറി ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ജ്വല്ലറി ഇപ്പോൾ ഒരുപാട് പേരുണ്ട്, അതിൽ കാര്യമായിട്ടൊന്നും ചെയ്യാനുള്ളത്, നമുക്കിഷ്ടമുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനോട് ചെയ്യുന്നത്. പിന്നീട് ചോദിച്ചപ്പോൾ സാരീസ് ഒത്തിരി ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, നമുക്ക് സാരീസിന് വേണ്ടിയിട്ട് ഓൺലൈൻ സ്റ്റോർ തുടങ്ങാം, പിന്നെ വേറെ ഒന്നും ചെയ്യണ്ടല്ലോ, വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങിയാൽ മതിയല്ലോ എന്ന് പറഞ്ഞു. പക്ഷേ പുള്ളിക്കാരിയുടെ ഹസ്ബൻഡ് അതേപോലെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു.
അത് പറഞ്ഞപ്പോൾ തന്നെ പുള്ളിക്കാരന് സമ്മതിച്ചു എന്ന് തോന്നുന്നു. അപ്പോൾ ഞാനിതിന് തുടക്കം ഇടാനായിട്ട് ആദ്യം തന്നെ നമുക്കറിയാം ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് കോണ്ടാക്ട്സ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്, വളരെ ബുദ്ധിമുട്ടാണ്. വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കയ്യിലുള്ള കോണ്ടാക്ട്സുകൾ ഒരു 5-8 പേരുടെ കോണ്ടാക്റ്റുകൾ ഞാൻ കൊടുത്തു. സപ്ലയർ ആണോ? സപ്ലയറുടെ ഡീറ്റെയിൽസ് അങ്ങനെ ഒരു ബിസിനസ്സുകാരും കൊടുക്കില്ല. കൊടുക്കൂല. പക്ഷേ എനിക്കത് അവർ അങ്ങനെ ഒരിക്കലും എല്ലാവർക്കും ഉള്ളത് ഈശ്വരൻ എഴുതി വെച്ചിട്ടുണ്ട് അത്. അപ്പം ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പം ഞാൻ പുള്ളിക്കാരോട് പറഞ്ഞു, ഞാൻ അവരെ ഈ സപ്ലയേഴ്സിനെ എല്ലാവരും ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരാൾക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്, നിങ്ങളവരെ വിളിക്കും, സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കൊടുത്തത്. അങ്ങനെ അവരെ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പം അതൊരു പുതിയ പേരിൽ ഒരു ബ്രാൻഡ് നെയിമിൽ വന്നിട്ടുണ്ട്. പുള്ളിക്കാരി ഇന്നലെ ആദ്യമായിട്ട് ഒരു എക്സിബിഷൻ ഇട്ടു. അതിൽ ഇട്ടിട്ട് എനിക്ക് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എനിക്ക് അയച്ചു തന്നു. എനിക്ക് കുറേ താങ്ക്സ് ഒക്കെ പറഞ്ഞുകൊണ്ട് എനിക്ക് അയച്ചു തന്നു. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും ഒരു 2 മാസങ്ങൾക്ക് മുമ്പ് ഇതൊന്നും ഇല്ലാതിരുന്ന ഒരാളാണ് ഇന്ന് സക്സസ്ഫുള്ളായിട്ട് ഒരു ബിസിനസ് ചെയ്യുന്നു പുള്ളിക്കാരി. അതും ഇന്നലെ ഞാൻ വിളിക്കുന്ന സമയത്തിനുള്ളിൽ രാവിലെ തുടങ്ങിയ എക്സിബിഷനിൽ ഒരു ഏകദേശം 8-9 സാരിയോളം വിറ്റു എന്ന് പറഞ്ഞു. അപ്പോൾ അത് വളരെയധികം സന്തോഷം ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും ഇത്തരം നല്ല പ്രവർത്തികൾ ചെയ്യാൻ താങ്കൾക്ക് ഇനിയും ആവട്ടെ. നിങ്ങൾ കേട്ടു സ്വപ്ന മന്ത്ര എന്ന ഈ വനിതാ സംരംഭകയുടെ ത്രസിപ്പിക്കുന്ന കഥ. അദ്ദേഹം ചില ത്യാഗങ്ങൾ അനുഭവിച്ചിട്ടാണ് ഇവിടം വരെ എത്തിയത്. അതിൽ ആദ്യത്തെ ത്യാഗം തന്നെ അദ്ദേഹത്തിൻ്റെ ഭർത്താവ് എല്ലാത്തിനും കൂടെ നിൽക്കുന്നതാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞ ആ ഒരു വാക്ക് അത് അദ്ദേഹം സീരിയസ് ആയിട്ട് എടുത്തു. അതുകൊണ്ട് തന്നെ വീട്ടുജോലിയൊക്കെ ചെയ്ത് 5 കൊല്ലം സാക്രിഫൈസ് ചെയ്തിട്ടാണ് സ്വന്തം പാഷനായ ആ ഡിസൈനിങ്ങിലേക്ക് അതിന് കോഴ്സിന് ചേർന്ന് പഠിച്ച് വെറുതെ ഇരുന്നില്ല. അദ്ദേഹം തുടങ്ങി. തിരിച്ചടികൾ നിരവധി ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ തന്നെ കേട്ട് കാണും അദ്ദേഹം എത്ര തവണ നിലത്ത് വീണു എന്ന്. പക്ഷെ ഒരു തവണ വീഴുമ്പോഴും അദ്ദേഹത്തിൻ്റെ വാക്കിൽ പറഞ്ഞാൽ കുഴിച്ചിട്ടാൽ അവിടെ നിന്ന് എഴുന്നേറ്റ് വരണം എന്ന അമ്മയുടെ മന്ത്രമാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആയുധം. അതുകൊണ്ട് തന്നെ സ്വപ്ന മന്ത്ര ഇനിയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. നമുക്കിത്തരം നിരവധി വനിതാ സംരംഭകരുണ്ടാവട്ടെ. ഇതുപോലെ തന്നെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള പല കഥകളും നമ്മുടെ സമൂഹത്തിലുണ്ടാവട്ടെ. ഇവർ മൂലം നിരവധി തൊഴിലിന് അവസരങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സ്വപ്ന വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സ്റ്റോറിയാണ്. താങ്കൾ തിരിച്ചടികൾ 1ഉം 2ഉം ചെറുതൊന്നും അല്ല, ഇഷ്ടം പോലെ സ്റ്റോറികളുണ്ട് താങ്കൾ പറയാൻ. പക്ഷെ അവിടെ നിന്നൊക്കെ പിടിച്ച് കയറി വന്ന് 2 സ്റ്റോറും 6 സ്റ്റോറുകൾ ഭാവിയിൽ സ്വപ്നം കാണുന്നു. ഒന്നുമില്ലെങ്കിൽ നമ്മൾ കാരണം 50 കുടുംബം കഴിഞ്ഞു പോകുന്നുണ്ടെന്നുള്ളത് തന്നെ ഏറ്റവും വലിയ സന്തോഷമാണ്. അതുകൊണ്ട് തന്നെ താങ്കൾ ഉയരങ്ങളിലെത്തട്ടെ. എൻ്റെ വ്യക്തിപരമായ പേരിലും സ്പാർക്കിലെ എല്ലാ പ്രേക്ഷകരുടെ പേരിലും എല്ലാ ആശംസകളും.